മർക്കോസ് ക്രിസ്തുയേശുവിൻ്റെ ദാസരൂപത്തെ വെളിപ്പെടുത്തി കാണിക്കുക. നമുക്കറിയാം ലൂക്കോസ് യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ എന്നാണ് വരച്ചു കാട്ടിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാന്റെ സുവിശേഷം. യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, ജീവനുള്ള ദൈവം, ഒരേ ഒരു ദൈവം, അത് സർവജ്ഞനായ കർത്താവാണ്. യോഹന്നാന്റെ സുവിശേഷം ഞാൻ പ്രാരംഭത്തിൽ എല്ലാ ഇടങ്ങളിലും പറയുന്ന കാര്യം ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. അല്ല, അത് ആവർത്തിക്കണം. ദൈവത്തിന് മഹത്വം. കാരണം യേശുക്രിസ്തുവിനെ അല്ലേ പറയുന്നേ. ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം, പന്തലിലിരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പലർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാം ഇത് മനഃപാഠമാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം. ഈ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഇനി അത് പറയണ്ടെന്ന്. എന്തുവാ? സുവിശേഷം പറയണ്ടെന്ന്. പുതിയ പോയിന്റ് വല്ലോ. ഇത്രയും പോയിന്റ് കേട്ടിട്ട് നമുക്കൊന്നും ഒരു ഗുണവും വരുന്നില്ലല്ലോ. അപ്പം പിന്നെ പോയിന്റ് കണ്ടമാനം കേൾക്കുന്നതല്ല, സുവിശേഷം കേൾക്കട്ടെ. അപ്പോൾ സുവിശേഷം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും മനഃപാഠമായി. എങ്കിലും അങ്ങ് ചോദിക്കുക, എന്താണ് സുവിശേഷം? എന്താ സുവിശേഷം? നിങ്ങൾ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആരെങ്കിലും ചോദിക്കുക, എവിടെ പോയി? ഞങ്ങൾ സുവിശേഷ യോഗത്തിന് പോയതാ. അപ്പം അവർ ചോദിക്കും, എന്തുവാ ഈ സുവിശേഷം? ആ സുവിശേഷം അത് അറിയാൻ മേലേ? അല്ല, എന്തോ ആ സുവിശേഷം? അത് ഇത്ര നാളായിട്ട് അറിയാൻ മേലേ സുവിശേഷം? ഇങ്ങനല്ല മറുപടി. അപ്പം നമ്മൾ അതിന് ന്യായമായ മറുപടി കൊടുക്കണം. അപ്പം ഇന്ന് രാത്രി ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും ചിന്തിക്കാം. നാളെ ഒരു അവസരത്തിൽ ആരെങ്കിലും ചോദിക്കുക, എവിടെ പോയതാ? സുവിശേഷ യോഗത്തിനല്ലേ? എന്തുവാ പരിപാടി? സുവിശേഷ യോഗം. അപ്പം എന്തുവാ സുവിശേഷം? അത് ചോദിച്ചാൽ അതിന് ന്യായമായ മറുപടി കൊടുക്കണം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. തർക്കിക്കാനൊന്നുമല്ല, വാദിക്കാനല്ല, ഖണ്ഡനത്തിനൊന്നുമല്ല. അതിന് നമുക്ക് താല്പര്യമില്ല. ന്യായമായിട്ട് അറിയാനുള്ള തൃഷ്ണ കൊണ്ട് ചോദിക്കുകയാണെങ്കിൽ അത് സൗമ്യതയോടും ഭയഭക്തിയോടും പൂണ്ട പ്രതിവാദം പറയണം. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, എന്താ ഈ സുവിശേഷം? അപ്പൊ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ തന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ സുവിശേഷ പ്രസംഗത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അതിൽ ഒരു വിശേഷത പറയാം. സുവിശേഷ പ്രസംഗത്തിന്റെ വിശേഷത, മറ്റ് ധാരാളം പ്രസംഗങ്ങളുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതപ്രസംഗങ്ങളുണ്ട്. ഈയിടെ വണ്ടിയെ വന്നപ്പോൾ മരുന്ന് കച്ചവടക്കാരും പ്രസംഗിക്കുന്നു. അത് നല്ല പ്രസംഗമാണ്. അങ്ങാടി മരുന്നിൻ്റെ പേരല്ല, ഇടംപെരി, വലംപെരി, കടുക്ക, താനിക്ക, ജാതിക്ക, ഇതെല്ലാം എനിക്കറിയത്തില്ല പറയാൻ. നല്ല പ്രസംഗമാണ്. പണ്ട് ഒരു സിനിമാ പാട്ട് എൻ്റെ അമ്മ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാടി കേട്ടിട്ടുണ്ട്. സിനിമാ പാട്ട്. അതിന് അനിലിനറിയാവോ എന്നറിയത്തില്ല. പഴയ സിനിമാ പാട്ട്. കുഞ്ഞോച്ചാൻ അറിയും. പുള്ളി ആത്മീയത്തിലെ ഒന്നും അറിയും, പുള്ളിക്കൊന്നും അറിയത്തില്ല, പാവം. അപ്പോൾ ഒരു സിനിമാ പാട്ട്, അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം ഓരോന്നായി, കേട്ടിട്ടില്ല? അനിലിനറിയാം. നമ്മൾ രണ്ടും കൂടെ അത് പാടി അകുമാരെല്ലാം കൂടെ നമ്മളെ കൊല്ലും. ഇപ്പം രണ്ടും ആത്മീയ പാട്ടൊന്നുമല്ല. അപ്പം അങ്ങാടി മരുന്നുകൾ, അത് ആ മരുന്ന് കച്ചവടക്കാരൻ എന്ത് രസകരമായിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. ഉളുക്കിനും ഒടിവിനും ചതവിനും ഒക്കെ നല്ല പ്രാസം ഒപ്പിച്ചാ പുള്ളി പറയാൻ. അപ്പം മരുന്ന് കച്ചവടക്കാരൻ പ്രസംഗിക്കുന്നത് നല്ല പ്രസംഗമാണ്. മതപ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. മതപ്രസംഗം, മരുന്ന് കച്ചവടക്കാരും മരുന്നിൻ്റെ പേരുകളും ആ മരുന്ന് എന്തിനൊക്കെ ഉതകും, അതാ പുള്ളിയുടെ പ്രസംഗത്തിൻ്റെ വിഷയം. മതപ്രസംഗമുണ്ട്. ഞങ്ങളുടെ മതമാണ് ഏറ്റവും നല്ല മതം, ഞങ്ങളുടെ മതത്തിൽ പെട്ടാത്തവനെ തട്ടിക്കളയെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഒത്തിരി ഉണ്ട്. പേര് പറയണോ? വേണ്ട, നമുക്ക് നാളെ യോഗം ഉള്ളതല്ലേ. ഞങ്ങളുടെ മതത്തിൽ ചേർന്നില്ലേ അവനെ അന്നേരം കണ്ടിക്കാനാ പറയുന്നത്. ഇത്ര പേരെ കണ്ടിച്ചു വന്നാൽ നിനക്ക് സ്വർഗത്തിൽ പ്രത്യേക സീറ്റ്. അതിന് അവൻ രാവിലെ ഒടുവാളുമായിട്ട് അങ്ങ് ഇറങ്ങുക, കാണുന്നവനെല്ലാം. അതാ അരി, അതാണ് കണ്ടിക്കുക എന്നുള്ളതിൽ നല്ലത്. അതാ അരി. അപ്പൊ ഈ മതപ്രസംഗമുണ്ട്. അതാ മതത്തിന്റെ കാര്യമാണ് പറയുന്നത്. സാമൂഹിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രസംഗിക്കുന്നവരുണ്ട്. കേരളം കണ്ടതിലെ വളരെ പ്രശസ്തനായ ഒരു പ്രസംഗത്തിലെ പ്രധാനപ്പെട്ടയാളായിരുന്നു സുകുമാർ അഴീക്കോട്. വളരെ പ്രഗത്ഭനായ മനുഷ്യൻ. ഏത് വിഷയവും പുള്ളി പ്രസംഗിക്കുവന്ന ഞാനും അല്പം കേട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മുടെ പെന്തിക്കോസുകാർ പിള്ളേരെ പുള്ളിയിട്ടൊക്കെ ചെന്ന് ചോദിച്ചു, സാറേ ഞങ്ങളുടെ ഒരു യോഗത്തിന് വന്ന് പ്രസംഗിക്കാമോ? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തോ യോഗമാവനെ? യൂത്തിൻ്റെ മീറ്റിങ്ങാണ്.
ഏത് സഭയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, യൂത്ത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എവിടാ മോനെ? ഇന്നെടുത്താന്ന് പറഞ്ഞു. അപ്പം വരാം, പ്രസംഗിക്കാം. അപ്പോൾ അതിലൊരു വിദ്വാൻ ചോദിച്ചു, സാറ് ബൈബിളിൽ നിന്ന് പ്രസംഗിക്കുമോന്ന്? ബൈബിളിൽ നിന്ന്. അപ്പോൾ പുള്ളി മറുപടി ചോദിച്ചു, ബൈബിളിലെ ഏത് പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കണമെന്ന്? ഏത് പുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കണം? 66 എണ്ണം ഉണ്ടല്ലോ, അതിലേതിൽ നിന്ന് പ്രസംഗിക്കണമെന്ന്. അഴീക്കോട് അങ്ങോട്ട്. ഉടനെ അതിലെടുത്തും പറഞ്ഞു, അവനും വിദ്വാന്, സാർ ഉത്തമഗീതത്തിൽ നിന്ന് പ്രസംഗിക്കുമോന്ന്? ഉത്തമഗീതത്തിൽ നിന്ന്, വിശേഷിച്ച 7-8 അധ്യായത്തിൽ നിന്ന്. പിള്ളേരല്ലേ, പാസ്റ്റർമാർക്ക് മനസ്സിലായി കാര്യം എന്നാന്ന്. അപ്പം പുള്ളി ഉടനെ ചോദിച്ചു, 7-8 അധ്യായത്തിലെ ഏത് വിഷയം പറയണം? അപ്പൊ പിള്ളേരൊരു വിഷയം പറഞ്ഞു. പുള്ളി അത് ഏതാണ്ട് 3 മണിക്കൂർ പ്രസംഗിച്ചു. ഉത്തമഗീതം നമുക്ക് ആ കൂടെ അറിയാവുന്ന എൻ്റെ പ്രിയനോ വെണ്മയും ചുവപ്പുള്ള നമ്മളിങ്ങനെ ഇരിക്കുകയും. അപ്പൊ അദ്ദേഹം അതുപോലെ പ്രസംഗിക്കുന്നയാളാണ്. നമ്മുടെ മൺമറഞ്ഞ കൃഷ്ണമേനോൻ അമേരിക്ക ചെന്ന് ഏതാണ്ട് 8 മണിക്കൂർ പ്രസംഗിച്ചു. UN ഇല്ലല്ലോ, കേട്ടല്ലോ എത്രയിലും പറയട്ടെന്നായിരിക്കും. 8 മണിക്കൂറോളം. അതേ ഇടയ്ക്ക് നമ്മളെ പോലെ പ്രൈസലോടും അല്ലേലി അയ്യനെ പാട്ടുമൊന്നുമില്ല. അത് ലോക വിഷയങ്ങളാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ചർച്ചകളൊക്കെ അത് നല്ല ഇംഗ്ലീഷിലാണ്. നമുക്കത് വായിക്കാൻ പോലും. അല്ല, ഓക്സ്ഫോർഡിലൊക്കെ പഠിച്ച ആളാ. 8 മണിക്കൂറോളം പ്രസംഗിച്ചു, നിരന്തരമായിട്ട് നിന്ന് പ്രസംഗിച്ചു. നമ്മളത് ഇതിനിടെ എത്ര കുപ്പി വെള്ളം കുടിക്കുന്നു, പിന്നെ പാട്ട്, പിന്നെ പ്രൈസ്തലോട്, ഇടയ്ക്ക് ഒരു ഇളക്കം. UN കിടന്ന് തന്നെ ഇളകാനാ. പുള്ളി നിന്ന് വളരെ ഡീപ്പായിട്ട് സംസാരിച്ചു. പിന്നെ ഡോക്ടേഴ്സ് ആരാണ്ട് വന്ന് പറഞ്ഞു, മതി സാറേ നിർത്ത്, ശരീരത്തിനത്. അങ്ങനെ നിർത്തിയതാ. അപ്പം അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ട്. അപ്പം രാഷ്ട്രങ്ങളുടെ വിഷയങ്ങൾ പ്രസംഗിക്കുന്നവരുണ്ട്, മതപ്രസംഗം നടത്തുന്നവരുണ്ട്. മുമ്പേ പറഞ്ഞ പോലെ മരുന്ന് കച്ചവടക്കാർ പ്രസംഗിക്കുന്നുണ്ട്. അവന് ഓരോ വ്യക്തികളും സാമൂഹിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കി പ്രസംഗിക്കുന്നവരുണ്ട്. ലോകത്തിൽ ധാരാളം പ്രസംഗങ്ങളുണ്ട്. എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമാണ് സുവിശേഷ പ്രസംഗം. എന്താ ഈ സുവിശേഷ പ്രസംഗത്തിന്റെ പ്രത്യേകത? ഒറ്റ പ്രത്യേകതയെ പറയുന്നുള്ളൂ. മതപ്രസംഗം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ കാര്യങ്ങളാ പറയുന്നത്. മറ്റ് പ്രസംഗങ്ങളെല്ലാം നമുക്ക് ലഭിച്ച ആശയങ്ങള്, അഭിപ്രായങ്ങള്, നമ്മുടെ മനോമുഖരത്തിൽ ഉരുത്തിരിഞ്ഞത്, അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ചത്, മറ്റതുള്ളത് കണ്ടത്, കേട്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്നത്. എന്നാൽ ചുരുക്കി പറയാം, സുവിശേഷ പ്രസംഗത്തിന്റെ വിശേഷത എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ കാര്യം ഒന്നുമല്ല, ദൈവം അരുളി ചെയ്തത് പറയുന്നതാണ്. അതാ ഈ പ്രസംഗത്തിന്റെ വിശേഷത. ദൈവം അരുളി ചെയ്തതാണ് നമ്മൾ ഈ പറയുന്നത്. ഇന്ന് രാത്രി അതാ പറയുന്നത്. അതുകൊണ്ട് മറ്റ് പ്രസംഗം പോലല്ല സുവിശേഷ പ്രസംഗം. ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ളതെല്ലാം നമ്മളൊരു ഉപകരണമായിട്ട് നിന്നങ്ങ് പറയുക. അതാണ് ഈ പ്രസംഗത്തിന്റെ വിശേഷത. അതുകൊണ്ട് എൻ്റെ സഹപഠന്മാരോട് ഒരിക്കൽ കൂടെ ഊന്നി പറയുക, ഈ പ്രസംഗമായ ഏറ്റവും ശ്രേഷ്ഠം. മറ്റ് പ്രസംഗത്തിനെല്ലാം ഇവിടം കൊണ്ട് കൂലി തീരുക. എന്നാൽ ഈ പ്രസംഗത്തിന് അവിടെ ചെല്ലുമ്പോൾ ആ കൂലി ദൈവത്തിന് മകത്ത്. അത് നമുക്ക് നിർണ്ണയിക്കാനൊന്നും ഒക്കത്തില്ല. ഇത് ഉള്ളതുപോലെ പറയാൻ എന്തോ നല്ല കൂലിയാണെന്നറിയാം. ഉള്ളതുപോലെ ഇതിനകത്ത് മായ ഒന്നും ചേർക്കരുത്, കൂട്ട് ചേർക്കരുത്, ഉറക്കുകയും ചെയ്യരുത്. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ ഇത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാൽ അങ്ങ് ചെല്ലുമ്പം ആര്യപർ രാജനോടൊപ്പമായി പന്തികിരിപ്പതു സത്യസഭ. ആര്യപർ രാജനോടൊപ്പമായി പന്തികിരിപ്പത് സത്യസഭ. പൊന്നേശുതം പൂരാൻ ചിന്തിയ രക്തത്തിൻ ഫലമ വിശുദ്ധ കൂട്ടരാത്രേ. പൊന്നേശുതം പൂരാൻ ചിന്തിയ രക്തത്തിൻ ഫലമാം വിശുദ്ധ കൂട്ടരാത്രേ. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാമെന്നു. വാനസേനാഗണം നോക്കി നിന്ന് അത്ഭുതപ്പെട്ടിടും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അപ്പോൾ ഈ സുവിശേഷ പ്രസംഗത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ടല്ലോ. ഒരു പ്രത്യേകതയാ പറഞ്ഞത്. ദൈവം അനുവദിച്ചാൽ നാളെയൊക്കെ ഉണ്ടല്ലോ യോഗം, നമുക്ക് ചിന്തിക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, എന്താണ് ഈ സുവിശേഷം? അപ്പൊ അതിന് നമ്മൾ മറുപടി കൊടുക്കണം. അപ്പൊ എന്താണ് സുവിശേഷം എന്ന് പറയുന്നതിലും മുന്നമേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് സുവിശേഷം എന്തല്ലെന്ന് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. വണ്ടിയുടെ പറഞ്ഞു.
KL 25B 7449 ഓൾട്ടോ കാർ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് കിടക്കുകയാണ്. ദയവായി ഉടൻ തന്നെ അത് മാറ്റി കൊടുക്കണം. ഇത് പറയുന്നത് ക്ഷമിക്കണം. ദയവായി പാർക്കിംഗ് തൊട്ട് മുകളിലുണ്ട്, അവിടെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ സൗകര്യമുണ്ട്. റോഡ് ബ്ലോക്ക് ചെയ്ത വണ്ടികളിടല്ലേ. അജാൻ്റെ ആന്നോ വണ്ടി? ആന്നോ? ആരുടെയാ വണ്ടി? വണ്ടിക്ക് ഇപ്പോൾ ആളുമില്ലേ? അതാ പോലീസിനെ വിളിച്ച് പറയാം ഒരു വണ്ടി ഇവിടെ കിടക്കുന്നു. ഇപ്പോൾ എഴുന്നേറ്റാ. നിങ്ങളുടെ ആയിരുന്നു. അയ്യോ സഹോദരിമാർ പിണങ്ങി പോകരുത്, വണ്ടി മാറ്റിയിട്ട് ചിഞ്ഞു വരണം. അപ്പൊ ശ്രദ്ധിച്ചേ. അപ്പൊ എന്താണ് സുവിശേഷം? അപ്പൊ ഈ സുവിശേഷം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് എന്തല്ല സുവിശേഷം, 2-3 കാര്യം പറയാം. എല്ലാം അറിവുള്ള കാര്യമാണ്. ഒന്ന്, സുവിശേഷം മുമ്പേ ഓർപ്പിച്ചല്ലോ, മതപ്രസംഗമല്ല. ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പൊടിയാട്ടുപിള്ള AG കൺവെൻഷൻ എന്ന സുവിശേഷമായിരുന്നു കുറച്ചുകൂടെ എഴുതി വെച്ചിരുന്നെങ്കിൽ. എന്നാലും സുവിശേഷം ഇനിയിപ്പോൾ എഴുതണ്ട. ഇനിയിപ്പം 4-ാം ദിവസം ഇല്ലയോ, ഇനി എന്നാ എഴുതാൻ? കൺവെൻഷനും വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് ഇത് മതപ്രസംഗമല്ല. മതപ്രസംഗമാണ് ഞാനിവിടെ വരികയില്ല. കാരണം ഞാൻ ഒരു മതത്തിൻ്റെ ആളല്ല. എന്നോട് ഇവിടെ പറയുക ഭാഷ ഇവിടെ നിന്ന് പറയണം, മതപ്രസംഗമുണ്ട് 2 ദിവസം, അതിന് വേറെ ആളിനെ വിളിക്കണം. ഇത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ യോഗമാണ്. അപ്പൊ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മതപ്രസംഗമല്ല. മതപ്രസംഗങ്ങളുണ്ടല്ലോ, കേൾക്കുന്നില്ലേ? ഇത് മതത്തിന്റെ കാര്യമല്ല. 2, സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരെ കൊല്ലാനും ഏൽപ്പിക്കുന്ന ഒരു പ്രസംഗമല്ല. എന്ന് പറഞ്ഞാൽ ചിലരുടെ പ്രസംഗം കേട്ടാൽ ചിലർ അന്നേരം കത്തിയെടുത്തുകൊണ്ട് ഓടുക മറ്റവൻ്റെ പള്ളയെ കയറ്റാൻ. അതുപോലത്തെ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ പ്രസംഗിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നത് ഇവിടെ നമ്മൾ മാത്രം മതി, വേറെ ആരും വേണ്ട. ഇത് കേട്ട് വെച്ച് ഒരു വട്ടുപിടിച്ച തള്ളയൊക്കെ ഉണ്ട്. ഇത് കേട്ട് കഴിഞ്ഞാൽ അന്നേരം കത്തിയും തേച്ചുകൊണ്ട് ഓടും മറ്റവൻ്റെ പള്ളയെ. നിങ്ങളിങ്ങനെ പമ്മിയിരിക്കുന്നത് പേടിച്ചു ഉള്ള കാര്യമായി പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സഹോദരന്മാരുമുണ്ട്, സഹോദരിമാരുമുണ്ട്. എങ്ങനെ മതപ്രസംഗങ്ങൾ നടത്തി മറ്റുള്ളവൻ്റെ പള്ളയെ കത്തി കയറ്റാൻ പ്രേരണ കൊടുക്കുന്ന പ്രസംഗമുണ്ട്. ഇത് സുവിശേഷ പ്രസംഗം അപരനെ കൊലയ്ക്ക് കൊടുക്കുന്ന പ്രസംഗമല്ല. 3, ഇത് കുറച്ച് തത്വജ്ഞാനങ്ങളോ തത്വസംഹിതകളോ അല്ലെങ്കിൽ പ്രത്യയ ശാസ്ത്രങ്ങളെ അവൻ നിരത്തുന്ന പ്രസംഗമല്ലിത്. അതൊക്കെ ഒരു പരിധി വരെ മനുഷ്യനെ ഗുണം ചെയ്യും. പക്ഷേ ഈ പ്രസംഗം ഇത് സുവിശേഷ പ്രസംഗമാണ്. അപ്പോൾ ഇത് മതപ്രസംഗമല്ല, മറ്റുള്ളവനെ കൊലയ്ക്ക് കൊടുക്കാൻ പ്രേരണ കൊടുക്കുന്ന പ്രസംഗമല്ല, മറ്റ് പ്രത്യയ ശാസ്ത്രങ്ങളോ തത്വജ്ഞാനങ്ങളോ പറയുന്നതല്ല ഈ പ്രസംഗം. സുവിശേഷം അതല്ല. മാത്രമല്ല, സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന മാർഗവുമല്ല. ഇന്ന മതത്തിൽപ്പെട്ട വ്യക്തിയെ ഇന്ന മതത്തിലോട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ ചേർക്കുന്ന മാർഗമല്ല. അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുന്ന മാർഗമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭ മാറ്റുന്ന മാർഗമല്ല. ഇന്ന സഭയിൽ നിന്ന് ആളിനെ പൊക്കിയെടുത്ത് ഇന്ന സഭയിലോട്ട് കൊണ്ട് വെച്ചു. ഇവിടെ നട്ട ചൊറിയെണ്ണം എടുത്ത് അപ്പുറത്തെ പറമ്പിൽ വെച്ചു. ചൊറിയെണ്ണത്തിന് ചൊറിച്ചിലൊന്നും മാറുകയില്ല. കത്തോലിക്കെന്ന് എടുത്ത് യാക്കോബ വെച്ചു, ചൊറിച്ചിൽ മാറുമ്പോൾ യാക്കോബ് എന്നെടുത്ത് ഓർത്തഡോക്സിലിട്ടു, ചൊറിച്ചിൽ മാറുമ്പോൾ ഓർത്തഡോക്സ് എന്ന് ബ്രദറിലിട്ടു. അവിടെ ഇവൻ ചൊറിയുക. ബ്രദറിൽ നിന്നെടുത്ത് ബെന്തിക്കോസ് വന്നു, ആകെ കിടന്ന് ചൊറിയുക. ഇതിൻ്റെ വ്യത്യാസം വരുന്നില്ലല്ലോ സ്വഭാവത്തിന്. സ്ഥലം മാറുന്നേ ഉള്ളൂ, വസ്തു മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ ഉള്ള ഒരു പ്രസംഗമല്ലിത്. സുവിശേഷം അതല്ല. എന്താ? സഭ മാറ്റുന്നതല്ല, മതം മാറ്റവുമല്ല, സംഘടന മാറുന്നതുമല്ല. ചിലർ ഏത് സംഘടനയിലാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കാരണം ഓരോ ആഴ്ചയിലും ഓരോ സംഘടന ഉണ്ട്. പണ്ട് ഒരാളുണ്ടായിരുന്നു ബോർഡ് ഇങ്ങനെ വെക്കും. കാരണം ആര് വന്നാലും ബാങ്കുകാരുടെ ഇത് കൊടുക്കാണ്ട് എല്ലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അവർ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഉടനെ അവർ നോക്കുമ്പോൾ അത് കഴിഞ്ഞപ്പം ഫെഡറൽ ബാങ്കിൽ നിന്ന് വന്നുടനെ അതെടുത്ത് കാണിച്ചു. പിറ്റേന്ന് വന്നപ്പം കാനറ ബാങ്ക് അതും എടുത്ത് കാണിച്ചു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബാങ്കുകാർക്കും വലിയ സന്തോഷം, നമ്മുടെ ആൾക്കാരാണെന്നല്ലോ. അങ്ങനെ സഭ മാറുന്ന ആൾക്കാരുണ്ട്. ഇത് സഭ മാറ്റുന്നതല്ല, സംഘടന മാറുന്നതല്ല, മതം മാറ്റമല്ല, മറ്റ് തത്വജ്ഞാനങ്ങൾ പറയുന്നതല്ല. പിന്നെ എന്താ സുവിശേഷം? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുക. ചടിയടാന്ന് കർത്തദാസനാണോ ഇന്ന് വായിച്ചു തരുന്നത്? വേറെ ആരും ഇല്ലല്ലോ. എന്നാ ചെയ്യാൻ? കുഴപ്പമില്ലല്ലോ.
ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ മകത്ത് എനിക്ക് എന്നേക്കാൾ സീനിയറായ ആൾക്കാരൊക്കെ ദൈവദാസന്മാർ വായിച്ചു തന്നെ എനിക്കൊരു ഒരു 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 പ്രയാസം. എന്നാലും വേദപുസ്തകമായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശാന്തമായിട്ട് നമുക്ക് ചിന്തിക്കാം, എന്താണ് സുവിശേഷം? സുവിശേഷം ഓർപ്പിച്ചല്ലോ, മതം മാറ്റവും സഭമാറ്റവും സംഘടന മാറുന്നതല്ല. സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. അറിവുള്ള വാക്യമാവുന്നു, ചടയെന്നെല്ലാം അങ്ങ് വായിച്ചേക്കാം. അപ്പൊ പിന്നെ അധികം വിസ്തരിക്കണ്ടല്ലോ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്ക് അറിവുള്ള വാക്യമാണ്, അതുകൊണ്ട് അങ്ങ് വായിച്ചോ. എന്താണ് സുവിശേഷം? കേട്ടോ, എല്ലാരും കേൾക്കണേ, എല്ലാരും ഉറങ്ങരുതേ, കേൾക്കണേ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് അതാ ഞാൻ എപ്പോഴും പറയും, മരിച്ചിട്ടെന്ന് പറഞ്ഞ് നിർത്തിയില്ലല്ലോ, ചേർത്ത് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റു. ഇവിടെ അനേകരെ പറ്റി മരിച്ചിട്ട് തീർന്നു, അതോടെ തീർന്നു. മരിച്ചു, തീർന്നു. പിന്നെ വേണമെങ്കിൽ ഒന്ന് എഴുതും ശുഭം. മരിച്ചു, ഏതാ ആർക്ക് ശുഭം? ഇവിടെ മരിച്ചു കഴിഞ്ഞ് ശുഭമെന്നല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ എന്നിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, എന്താണ് സുവിശേഷമെന്ന് ഏത് പാതിരാത്രിയിൽ ആരെവിടെ വെച്ച് ചോദിച്ചാലും അവൻ നെഞ്ചിനെത്തിരി മിരിച്ച് തന്റെ ഇടത്തോട് എന്നെ കേൾക്കുന്ന സകല ദൈവമക്കള് തിയോളജി ഒന്നും അധികം ഇറക്കിയില്ലെങ്കിലും ന്യൂമറ്റോളജി, ആന്ത്രപ്പോളജി, എസ്കറ്റോളജി, ലാറ്റിൻ വാക്കുകളും ഗ്രീക്കും ഹീബ്രു, അത് തെറ്റാനൊന്നുമല്ല, അതൊന്നും ഇറക്കിയില്ലെങ്കിൽ ഇതങ്ങ് ഇറക്കി വിട്ടാ മതി. ഏതാ? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്ന സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. ഓടിച്ച് പറയാം, ഇന്ന് കൃത്യം 9 ആകുമ്പോൾ ഞാൻ നിർത്തും കേട്ടോ. ഇന്ന് 9 നിന്നത്. അപ്പൊ നാളെ ഒരു 7-ന് തരണം. ആര് വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. പണ്ട് അവിടെ ചാനാശ്ശേരിലെ പുഴവാതിലെ അച്ചായൻ പറഞ്ഞ പോലെ 7 ആകുമ്പോൾ ഞാൻ മൈക്കിഞ്ഞ് എടുക്കും, തന്നാലും തന്നില്ലേലും. ബാക്കി കാര്യമെല്ലാം നാളെ, കാരണം മറ്റന്നാൾ സഭായമൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ്. 2 മണിക്കൂർ എനിക്ക് നാളെ തരണം, ദൈവം അനുവദിച്ച. ഇന്നിപ്പോൾ 1.5 കിട്ടുകയുള്ളൂ, നാളെ 2 താ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ഓടിച്ച് പറയാ, എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. എന്തിനാണ് ഈ സുവിശേഷം? പൊടിയാറ്റുവിള സഭയ്ക്ക് വസ്തു മേടിക്കാനോ, ബിൽഡിംഗ് പണിയാനോ, പാസ്റ്ററെ കനപ്പിക്കാനോ, അല്ലെങ്കിൽ മറ്റു ഉദ്ദേശത്തോടല്ല ഈ സുവിശേഷം പ്രസംഗം നടത്തുന്നത്. എന്തിനാ ഈ സുവിശേഷം? ഒറ്റവാക്കി പറയാം, സകല മനുഷ്യരും രക്ഷപ്പെടാനാ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഇന്ന് ലളിതമായിട്ടല്ല, തീത്തോസ് 2:11 പെട്ടെന്ന് വായിച്ചോ ദൈവദാസനെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ, മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. തുടക്കത്തിലെ കണ്ടല്ലോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യനും രക്ഷപ്പെടാനാ. പൊടിയാറ്റുവിളയുള്ളവര് മാത്രമല്ല, കൊട്ടാരക്കരക്കാര് മാത്രമല്ല, ഒരു മണ്ഡലത്തിലുള്ളവര് മാത്രമല്ല, ഈ കൊല്ലം ജില്ലയിലുള്ളവര് മാത്രമല്ല, കേരളത്തിലുള്ളവര് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പാർക്കുന്നവര് മാത്രമല്ല, മുഴു ലോകത്തിലുമുള്ള സകല മനുഷ്യനും രക്ഷപ്പെടണം. അതിനായി സുവിശേഷ യോഗം. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പറയരെ, എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണം. ചിലർക്ക് ഇപ്പോൾ ഇടുങ്ങിയ ചിന്താഗതി, സ്വാർത്ഥത. ഏതാ? എല്ലാവരും ഒന്നും രക്ഷപ്പെടരുത്, അങ്ങനെ ഉണ്ട്. എല്ലാവരും ഒന്നും രക്ഷപ്പെടരുത്. ഞങ്ങളുടെ ഇടയിലെ എന്നെയും പ്രതിയാക്കുക ദൈവദാസന്മാരും ഉണ്ട്. എല്ലാവരും ഒന്നും പ്രസംഗിച്ച് തെളിയുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. അവസരം കൊടുക്കണം. സ്തോത്രം കൊടുക്കണം. ചില സഭയിലുണ്ടോ അവസരം ഒന്നും കൊടുക്കുകയില്ല. ഇവര് 3-4 പേര് ഇത് കൈയടക്കുക, പ്രാർത്ഥിച്ചു തുടങ്ങുന്ന യോർച്ചായ, സങ്കീർത്തനം വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന അറിയാച്ചൻ, പിന്നെ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നത് ചെറിയാച്ചൻ. ഈ സഭ തുടങ്ങിയ കാലം മുതൽ ഈ 3-4 അച്ചാച്ചന്മാര് എന്നെ എല്ലാവരും ഒരു എൻ്റെ ജോർജ് കുട്ടിച്ചാൻ ഞാൻ ശരിയേ പറയുള്ളൂ. അത് കാരണം എല്ലാവർക്കും തൃപ്തിയില്ല. ഇത് 3-4 എണ്ണത്തിന് വീതിച്ചു കൊടുത്തിരിക്കുന്നതല്ലെന്ന്. അവൻ സകലരും കർത്താവിൽ വളരണം.
സകല ആൾക്കാരും പ്രസിദ്ധരാകണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇത് ഓർപ്പിക്കട്ടെ, രക്ഷ ഒരു വിഭാഗത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു മതത്തിനോ ഒരു ദേശത്തുള്ളവർക്ക് മാത്രമല്ല, മുഴു ലോകവും രക്ഷപ്പെടണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മന്നമ്മേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മന്നമ്മേ ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക, മനമേ ഇകത്തിലുണ്ടോ പറക. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും രക്ഷപ്പെടണം. സ്വാർത്ഥതയൊന്നും പാടില്ല. സ്തോത്രം. എല്ലാവരും, ഞങ്ങളുടെ ഒരു വലിയമ്മ പറയും പോലെ, ഒന്നേ വഴുകാവൂ എനിക്ക് കിട്ടാവൂ. അങ്ങനെയുള്ള ഒന്നേ വഴുകാവൂ, അത് എനിക്ക് അല്ല, എല്ലാം വഴുക്കണം, എല്ലാവർക്കും കിട്ടട്ടെ, സകല മനുഷ്യനും രക്ഷപ്പെടട്ടെ. ആട്ടെ, മുമ്പോട്ട് പോകാം, മുമ്പോട്ട് പോകാം. ഇനി ആരായി സുവിശേഷം കേൾക്കേണ്ടത്? എല്ലാവരും കേൾക്കണം. 2 വാക്യം വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും വായിച്ചു. 16, 15, 13, 10 അറിവുള്ള വാക്യമാണ്. 16. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. എല്ലാ സൃഷ്ടിയോടും ഇത് പറയണം. സകല സൃഷ്ടിയോടും. ഈ കാണുന്ന ഭൂചരകേചര വസ്തുക്കൾ, ജരാചരങ്ങൾ, അണ്ടകടാകങ്ങൾ, ബ്രഹ്മാണ്ട ഓടിടാണ്ടം എന്ന് വേണ്ട ഈ സകല സൃഷ്ടികളോടും, അത് എല്ലാ സൃഷ്ടികളും ഇതിനകത്ത് ഉൾപ്പെടും. സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. 13-ന്റെ 10 ചേർത്ത് വായിച്ചോ കർത്തൃദാസനെ. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കണം. ഈ ഇടയ്ക്ക് കയറി പറയാം, ജാതിയും മതവും മാർഗവും മരണവും ഒക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അതെ, ഞാൻ എല്ലായിടത്തും പറയും. ചിലർക്ക് ഇപ്പോഴും ചില ചിന്തയുണ്ട്, ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവൻ ഇച്ചിരി കുറഞ്ഞതാ, മറ്റവൻ അത്ര പോരാ, ഇവന് വലിയ തരക്കേടില്ല. സഭയ്ക്കകത്ത് വന്നാലും ഇതൊക്കെ ഉണ്ട്. ഇല്ലെന്ന് എന്നോട് പറയരുത്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാളെ നാളെ വിളിക്കാതിരിക്കുന്നതാ, നാളെ ഇതൊക്കെ തന്നെ. വേദപുസ്തകത്തിന്റെ ഉപദേശം പറയാം, സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. തെളിവിന് വാക്യം വായിച്ചു. അറിവുള്ള വാക്യമാണല്ലോ. 17-26 അല്ലയോ? അപ്പോസ്തല പ്രവൃത്തി 17-26. ഇതെല്ലാം നമുക്ക് മനപ്പാടമുള്ള വാക്യമെങ്കിൽ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ എല്ലാ സകല എണ്ണം ഒറ്റയൊരുത്തൻ്റെതാണ്. ഈ അടുത്ത കാലത്ത് ഒരു വലിയ വിവാദം നടക്കുക, വംശശുദ്ധി, രക്തശുദ്ധി. ഒന്നും അറിഞ്ഞില്ലയോ? ഒന്നും കണ്ടില്ലല്ലയോ? വംശശുദ്ധി, രക്തശുദ്ധി. സ്തോത്രം. അപ്പൊ കോടതി വിധിച്ചു, വെടലത്തര ഒന്നും പറയരുത്, യഹൂദനെന്നോ യവനനെന്നോ, എല്ലാവരും ക്രിസ്തുവിൽ. ബഹുമാനപ്പെട്ട കോടതി, ഹൈക്കോടതി. പോയവനെല്ലാം ചൂട്ടുപോലെ. എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പമ്മി നോക്കുന്നേ. ഞാൻ വിധിച്ച കാര്യമല്ല, ഹൈക്കോടതി വിധിച്ച കാര്യമാണ് പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിക്ക് അതിന്റെ നല്ല കാഴ്ചപ്പാട് കിട്ടി. ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന ഇവൻ ഒറ്റ ഒരുത്തന് BTH, BD, MTY, MTH, പിന്നെ റിസർച്ച്. എന്തുവാ റിസർച്ച്? ദൈവം ഉണ്ടോ ഇല്ലയോ? ഇവനൊന്നും ഒരു വെളിവും വെള്ളിയാഴ്ച ഇല്ല. ദൈവത്തിന് മഹത്വം. പുസ്തകം പഠിപ്പിക്കുന്നത് എന്നാന്നറിയാമോ? ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ ഒരുത്തനിൽ നിന്ന് അതിമനൂജന
ആദാമിൽ കൂടല്ലോ ആദി മനുജനാം, ആദാമിൽ കൂടല്ലോ ആദി മനുജനാം, ആദാമിൽ കൂടല്ലോ ആദി മനുജനാം, ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നല്ലോ, ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീടുകത്തിൽ വന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, സ്വർഗമഹിമകൾ വീടുകത്തിൽ വന്ന പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും ഇത് കേൾക്കണം. ഇനി എങ്ങനെയാ കേൾക്കണ്ടേ? എങ്ങനെ കേൾക്കണം? എങ്ങനെ പറയണം? എങ്ങനെ കേൾക്കണം? രണ്ടിനും വാക്യമുണ്ടല്ലോ. ആദ്യം എങ്ങനെ പറയണം? സുവിശേഷമേ എങ്ങനെ പറയണം? വായിച്ചു. തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. എങ്ങനെ പറയണം? 1-5. ഞങ്ങളുടെ സുവിശേഷം ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രം, കുറെ വാക്യം മാത്രം പറയല്ല. ഞങ്ങളുടെ സുവിശേഷമേ കുറെ വാക്യം കുറിച്ചുകൊണ്ട് വന്നിരിക്കുക. അങ്ങാടി മരുന്ന് കുറിക്കും പോലെ കുറിക്കുക. നല്ല കാര്യമാണ്. ഓർമ്മയില്ലാത്തവർ കുറിച്ച് വെക്കുന്നത് നല്ലതാ, തെറ്റല്ല. പക്ഷെ ഇത് കുറിച്ച് വെച്ചാൽ ഇങ്ങോട്ട് നിന്ന് ഒരനക്കവും ഇല്ല, ആവിയില്ല. മത്തായി 4:3, 8:2 പെടലി പോലും വെട്ടിക്കുന്നില്ല. 6:5, 5:7, 7-ാമത്തെ വാക്യത്തെ 7ആയിട്ട് കീറുക. 1-ാമത്തെ കീറിന് 3 പിരിവ്. അങ്ങനെ പറയുന്നവരില്ലേ? വാക്യം കറക്റ്റാ, കൃത്യമാ. പക്ഷേ പൗലോസ് ഇവിടെ പറയുക, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം ഇങ്ങനെ പറയുകയല്ല. ഇപ്പം വാക്യമെല്ലാം ഗൂഗിളിൽ കയറിയാണ് എടുക്കുന്നത്. ഗൂഗിളിനകത്ത് ഈയിടെ ഒരു ഉപദേശം പറഞ്ഞു ഗൂഗിളിനകത്ത് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ബൈബിളിലുണ്ട്. ഗൂഗിളിൽ കയറുന്ന തെറ്റാന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നിങ്ങൾ പറയാം അയാൾക്ക് അത് കയറാത്തതിന്റെ സൂക്കേടാന്ന്. ദൈവത്തിന് മഹത്വം. പക്ഷേ ഒരഭിപ്രായം പറയാ, ഇഷ്ടമുണ്ടേ യോജിച്ചാൽ മതി. നെറ്റിനകത്തും ഗൂഗിളിനകത്തും ഒക്കെ കയറുന്നതിന് മുമ്പേ മുട്ടയിലൊന്ന് ഇരുന്നേച്ചേ, ദൈവസന്നിധി പോരാടി പ്രാർത്ഥിച്ചേച്ച് ഈ വേറെ പുസ്തകം ഒന്ന് വായിച്ച് അതിനകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ കുറച്ചുകൂടെ നല്ലതാ. മറ്റേത് മോശമാണെന്നും ഞാൻ പറയുന്നില്ല, അത് അതിൻ്റെ നിലയിലൊക്കെ പോട്ടെ. പക്ഷെ ഇതിനകത്തൂടെ ഒന്ന് കയറി ഇറങ്ങുന്നത് നല്ലതാ. അപ്പൊ ഇങ്ങനെ കയറി ഇറങ്ങി കുറെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് മാത്രമല്ല, ഞങ്ങളുടെ സുവിശേഷം ഒന്നുകൂടെ വായിച്ചോ. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടുമാണ് സുവിശേഷം അങ്ങനെ അറിയിക്കണം. ഈ പറയുന്ന വ്യക്തിക്ക് ഇതിനൊരു ഉറപ്പ് വേണ്ടേ? യേശു സൗഖ്യമാക്കുമെന്ന് പറയുമ്പോ പറയുന്നതിനകത്തില്ലേ യേശു സൗഖ്യമാക്കും, അത് തന്നെ പുള്ളി വയ്യാറാ പറയാൻ. കേൾക്കുന്നവൻ പറയാം പുള്ളീനെ ആദ്യം ഒന്ന് അഡ്മിറ്റ് ആക്കി, എവിടെ മണ്ണിലാണോ കൊണ്ടുപോകുന്നത് അതോ അടൂരാണോ? പുള്ളിക്ക് വയ്യല്ലോ. ഇത് കേൾക്കുന്നവനൊരു വിശ്വാസം വരണ്ടേ? ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല. എന്ത് നല്ലതായിട്ടാ പറഞ്ഞത്. ശക്തിയോടും ചിലരെ സുവിശേഷം പറഞ്ഞ ഉടഞ്ഞ് ഷർട്ട് പോലും ഒന്ന് ഉടയരുത്, ആ അടിച്ച പെർഫ്യൂം ഒന്നും വിയർത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇയാളൊരാൾ പറഞ്ഞു ഞാൻ ഇന്ന ബ്രാൻഡേ ഇവൻ കുട്ടിക്കൂറാ തൂത്ത് നടന്നവനാ.
കുട്ടിക്കൂറ കണ്ടിട്ടില്ലേ? കുട്ടിക്കൂറ വലിയ പുട്ടുകുറ്റി പോലെ കണ്ടിട്ടില്ല? ഇപ്പൊ അമേരിക്കയിലും പേർഷ്യയിലും ലണ്ടനിലും കാനഡയിലും ഒക്കെ പിള്ളേരും പോയി, നമ്മളും ഒക്കെ പോയി. ഇപ്പം പറയും ഞാൻ ഇന്ന ബ്രാൻഡ്. ഇവന്റെ ഈ അഹങ്കാര വർത്തമാനം. പണ്ട് ഞങ്ങളൊരു ബെയ്ത്തോമി ചെന്നു. ആ ഫോട്ടോ ഒന്നും പറയുന്നില്ല, ദോസൂട്ടി പാഷൊക്കെ അറിയാം. ചെന്നപ്പം ഓർക്കാപ്പുറത്ത് ചെന്ന് കയറിയതാ. ഓർക്കാപ്പുറത്ത് അവർ നല്ല മനുഷ്യനായതുകൊണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം തന്നു. പെട്ടെന്ന് ചെന്ന് മുന്നറിയിപ്പ് കൊടുക്കാതെ, അറിയാമല്ലോ, പേരൊന്നും ഞാൻ പറയുന്നില്ല, എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്, ദോസൂട്ടി പാഷൊക്കെ അറിയാം. ദൈവത്തിന് മഹത്വം. അപ്പം പെട്ടെന്ന് ഭക്ഷണം കൊടുത്തപ്പോൾ അതിനകത്ത് ഈ ഞങ്ങളുടെ നാട്ടിൽ അതിന് കുറിച്ചി എന്നാ പറയുന്നത്, ഈ മുള്ളുള്ള മീന് കുറിച്ചി, ഉണക്ക കുറിച്ചി, നല്ലതാണ്. അതുകൂടെ വറുത്ത് നല്ലതായിരുന്നു, ഞാൻ കഴിച്ചു. മുള്ളൻ എന്നാണ് ഇവിടെ, എന്ത് മനസ്സിലായോ? അതറിഞ്ഞാൽ മതി, മുള്ളുണ്ടേലും കൊള്ളാം ഇല്ലേലും കൊള്ളാം. അപ്പം ഈ ഉണക്കക്കുറിച്ചി മറുത്തത് കൊണ്ട് കൊടുത്തു. ഉടനെ പുള്ളി പറയുക, ഈ വന്ന കാലത്ത് ആരാ ഇതൊക്കെ ഉണക്കക്കുറിച്ചി? ഇവൻ കുട്ടൻ ചുട്ടു തിന്നവനാ. കൊക്കോ കരിയലയുടെ ഇടയിലിട്ട്, കരിയലക്കിടയിലിട്ട് കുട്ടനെന്നൊരു മീനുണ്ട്, ഇച്ചിരി കനമൊക്കെ ഉള്ളതാ, മാംസത്തിന് കട്ടിയുണ്ട്, വലിയ വലിപ്പമില്ലെങ്കിലും. കണ്ടിട്ടില്ലേ കുട്ടൻ? നമ്മുടെ തബേല കുട്ടനല്ല. തബേല കുട്ടൻ്റെ കാര്യം അല്ല, അവനെ ചൂടേണ്ട സമയം കഴിഞ്ഞു. അവൻ കാരണം ദൈവത്തിന് മഹത്വം. ആരംഭകാലത്തെ, പണ്ട് കാലത്തെ കുട്ടൻ അടുപ്പിലിട്ട് കനൽ പോലുമില്ല, ഇല്ല കരിയലക്കകത്ത് കാപ്പി കമ്പ് കൊണ്ട് ഇങ്ങനെ മാറ്റി മറിച്ച് വിട്ട് കുട്ടൻ ചുട്ടവനാ. ഇപ്പൊ ഇച്ചിരി 10 പുത്തം കിട്ടിയാൻ പറയും, ഈ വന്ന കാലത്ത് ആരാ? ഓർക്കുന്നുണ്ടോ? പറയുന്നത് വേറൊന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം. അഹങ്കരിക്കരുത് കേട്ടോ. ദൈവം എത്രത്തോളം ഉയർത്തട്ടെ, നന്മ തരട്ടെ. പക്ഷേ അത് കിട്ടുന്തോറും ഒരു വിനയവും ബഹുമാനവും കീഴ്പ്പെടും പോലെ സമർപ്പണമൊക്കെ ഉണ്ടെങ്കിൽ വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേ നിഗളിക്കരുത്. ആമേ വിനയത്തോടെ, വിധേയത്വത്തോടെ, ഭക്തിയോടെ, ഭയത്തോടെ ദൈവത്തെ സേവിച്ചോണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശുക്രിസ്തു എന്തിനാ സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ദൈവത്തിന് മഹത്വം. ആരാ കേൾക്കേണ്ട? സകല സൃഷ്ടികളും സകല ജാതികളും ഇത് കേൾക്കണം. എങ്ങനെ പറയണം? അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇതൊക്കെ പരിശുദ്ധാത്മ നിറവിൽ പറയേണ്ട കാര്യമാണ്. ഇത് മിക്കതും അഭിഷേകം പോലും പ്രാപിച്ചതല്ല. സ്തോത്രം. ഭയങ്കര പ്രസംഗം ഭയങ്കരമാണ്. അയ്യോ, നമ്മുടെ ഇടയിൽ കൊണ്ട് ഒത്തിരി പേര് പെന്തിക്കോസ് വന്നേച്ചു അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പെന്തിക്കോസ് ആണെന്ന് തന്നെ ഇവൻ മറന്നു പോവുക. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടുമായി ഈ സുവിശേഷം അറിയിക്കണ്ടേ. ഇങ്ങനെ സുവിശേഷം അറിയിക്കുമ്പം എങ്ങനെ കേൾക്കണം? സുവിശേഷം എങ്ങനെ കേൾക്കണം? 6-ാം വാക്യം വായിച്ചു. 6 പെട്ടെന്ന് വായിച്ചു. ബഹുകഷ്ടത്തോടും ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒന്നല്ലെങ്കിൽ മറ്റു വിധത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരാ. രോഗപീഠകളുള്ളവർ കാണും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ കാണും, ഭവനമില്ലാത്തവർ കാണും, മറ്റ് പ്രതിസന്ധിയുള്ളവർ കാണും, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഞരങ്ങുന്നവർ കാണും, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒത്തിരി പോരാട്ടങ്ങൾ സഹിക്കുന്നവർ കാണും, ഗാന ശുശ്രൂഷ ചെയ്യുന്നവരുമൊക്കെ പല രീതികളിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാ. പക്ഷേ ഇന്ന് രാത്രി ഒരു കാര്യം പറയാ, ഈ കഷ്ടങ്ങളും പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ആ ഭാഷയിൽ അങ്ങോട്ട് പറഞ്ഞാൽ ബേഗ് കഷ്ടമുണ്ടെങ്കിലും ദൈവസന്നിധി വന്നിരുന്ന് ഇത് കേൾക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ആട്ടെ, ഇനി അടുത്ത കാര്യം കൂടെ പറഞ്ഞ് അടുത്ത വാക്യത്തിൽ വരണമല്ലോ. ഈ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്. പിന്നെ ഇത് പറയുമ്പം നല്ല അഭിമാനത്തോടെ പറയണം. അണ്ടാ റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 21 ഒന്ന് വായിച്ചു തരും. റോമാലേഖനം 15-ന്റെ 21. ഇത് ചതഞ്ഞെന്നും പറഞ്ഞൊന്നും പറയരുത്. അത് മന്ത്രിയെ കണ്ടാലും കൊള്ളാം, തന്ത്രിയെ കണ്ടാലും കൊള്ളാം, പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടാലും കൊള്ളാം, മുഖ്യമന്ത്രിയെ കണ്ടാലും കൊള്ളാം, പ്രധാനമന്ത്രിയെ കണ്ടാലും കൊള്ളാം. ഇന്ത്യയുടെ പ്രഥമ പൗരനാണല്ലോ, അല്ലെങ്കിൽ രാഷ്ട്രപതി. അത് ഇപ്പോഴത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി, മാന്യ വനിത, ആരെ കണ്ടാലും ഇത് അഭിമാനത്തോടെ പറയണം സുവിശേഷം.
അല്ലാതെ മന്ത്രിയെ കാണുമ്പോൾ നീ ചൂളരുത്, MLA കാണുമ്പോൾ നീ ചൂളരുത്. ഇത് അഭിമാനത്തോടെ പറയണം സുവിശേഷം. ഒന്ന് വായിച്ചോ 15:21. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്ന പോലെ. അടുത്തൂടെ വായി. സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത് കണ്ടോ? അപ്പൊ എന്നെ കേൾക്കുന്ന പ്രിയരെ, കവലയിലാന്നേലും കൊള്ളാം, കടത്തിണ്ണയിലാന്നേലും കൊള്ളാം, വീട്ടിൽ നിന്നാന്നേലും കൊള്ളാം, സഭയിൽ വന്നാലും കൊള്ളാം, ദേശത്ത് എവിടെ നിന്ന് സുവിശേഷം പറഞ്ഞാൽ അഭിമാനത്തോടെ പറയണം. അതന്നെ, ഇത് അഭിമാനത്തോടെ പറയേണ്ട കാര്യമാണ് സുവിശേഷം. ഒരുത്തനെ കണ്ട് ചൂളേണ്ട കാര്യമില്ല. കാരണം നാം ആരാധിക്കുന്ന നമ്മെ രക്ഷിച്ച യേശു ക്രിസ്തുവിന് യാതൊരു അപാകതയുമില്ല. ഒരപാകതയുമില്ലാത്തവനായ യേശു ക്രിസ്തു. അവൻ പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാണ് ക്രിസ്തു. നിർദോഷൻ നിർമ്മലൻ പാപികളോട്, നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേർപെട്ടു പാർത്തിരുന്നവൻ, വേർപെട്ടു പാർത്തിരുന്നവൻ, ദുഷ്ടരെ വിധിപ്പാൻ തൻ ശുദ്ധരുമായി, ദുഷ്ടരെ വിധിപ്പാൻ. സിയോൻ കുമാരി നിൻ കാന്തൻ വേഗം വരുന്നിതാ, സിയോൻ കുമാരി നിൻ കാന്തൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അഭിമാനത്തോടെ പറയാൻ കാര്യം, ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശുവിൽ യാതൊരു ഊനമില്ലാത്തവനാ, ഒരു അകൃത്യവുമില്ല. എത്ര കോടതി മാറി മാറി വിസ്തരിച്ചു, യാതൊരു കുറ്റവും യേശുവിൽ കണ്ടില്ലല്ലോ. പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഭാര്യയ്ക്ക് ദർശനമുണ്ടായി, ആ നീതിമാന ദോഷമായിട്ടൊന്നും ചെയ്തേക്കരുത്. ക്രൂശി കിടന്ന് ദുഷ്പ്രവർത്തിക്കാൻ ഒരുത്തം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് ക്രൂശി കയറി. ഈ നീതിമാൻ ഒരു തെറ്റും ചെയ്തില്ല. അവിടുത്തെ തിരുമരണ സമയത്ത് അവൻ ആകാശം കരിമ്പടം പോലെ കറുത്തു, സൂര്യൻ അവൻ സ്വോത്രം വെളിച്ചം കൊടുക്കാനായി. ഈ അണ്ടകടാകം മുഴുവൻ വല്ലാത്ത പ്രതിസന്ധി. ആ ഭാഗമൊക്കെ നമുക്കറിയാം. കല്ലറകൾ തുറന്ന് ഭൂമി കുലുങ്ങി, ചിലരൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ദൈവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് രണ്ടായിട്ട് ചീന്തി. എന്ത് വേണ്ട, 6 മണി നേരം മുതൽ 9 മണി വേറെ ദേശത്തെല്ലാം കൂടിയിട്ട് ഈ സന്ദർഭത്തിൽ വഴി നടന്നു പോയവരും ശതാധിപരിൽ ഒക്കെ ഒരുത്ത പറയുക, വാസ്തവമായിട്ട് അവിടുന്ന് നീതിമാനാ. ഇന്ന് രാത്രി യാതൊരു അപാകതയില്ലാത്ത, ഊനമില്ലാത്ത ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എന്റെ പ്രിയനോ, വെണ്മയും ചുമപ്പുമുള്ളവൻ 10,000 സേട്ടൻ, 1000 10,000 സേട്ടനാകുന്ന യാതൊരു അകൃത്യമില്ലാത്ത ഒരുവനേ ഉള്ളൂ, അത് നസറായനാകുന്ന യേശു ക്രിസ്തു. ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, ഒരു മനുഷ്യനും കാണാത്തവന്, കാണാൻ പാടില്ലാത്ത പരിശുദ്ധനായ ക്രിസ്തു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ അഭിമാനത്തോടെ പറയണം. അല്ലാതെ ഇത് പറയുമ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ചൂളരുത്. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറയാം, ഇത് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ ആരെയും നോക്കിയില്ല. സെൻട്രൽ പാസ്റ്ററാ, പ്രസ്ബീറ്ററാ, സൂപ്രണ്ടാ, ഓവർസിയറാ, കുന്തം. നാളെ വരണമോ ഇല്ലയോ എന്ന് ഇന്ന് രാത്രി വിളിച്ച് പറയണം. നാളെ കുറയ്ക്കത്തില്ല, ഇച്ചിരി കൂട്ട്. അതിനാ 2 മണിക്കൂർ ചോദിച്ച്. അവരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, പക്ഷേ ഭയപ്പെടേണ്ടത് ദൈവത്തെയാ. സഭയുടെ നടത്തിപ്പുകാരെ ബഹുമാനിക്കണം, ആദരിക്കണം, പക്ഷേ ഭയപ്പെടേണ്ടത് അവരെയല്ല, ദൈവത്തെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെട്ട്, അറിയാമല്ലോ ദൈവത്തിന് മഹത്വം. ഇത് ആരെയും കാണുമ്പോൾ ചൂളി പറയരുത്. സ്വോത്രം. പണ്ടൊരു നാടൻ ഒരു പഴഞ്ചൊല്ല, പക്ഷെ അത്ര നല്ല സഭ്യമല്ല. എന്നാലും പറയാം, സായിപ്പിനെ കാണുമ്പം വാക്ക് നിങ്ങൾ പൂരിപ്പിക്കുക, ചുമ്മാ ഇരിക്കുമല്ലോ, പൂരിപ്പിക്കുക. സായിപ്പിനെ കാണുമ്പം അത് മതി. ദൈവത്തിന് മഹത്വം. ഈ സുവിശേഷം നല്ല അഭിമാനത്തോടെ പറയണം. ദൈവത്തിന് മഹത്വം. ചെല്ലു പറയത്തില്ലയോ, ആ പുള്ളിക്ക് അഭിമാനമില്ല. എടാ, പുള്ളിക്ക് അഭിമാനമില്ലെങ്കിലും പറയുന്നത് നിന്റെ ദൃഷ്ടിയിൽ അഭിമാനമില്ലാത്ത, പക്ഷേ ദൈവം പുള്ളിയെ പരമേൽപ്പിച്ചതാണ്. ഇത് അഭിമാനത്തോടെ പറയണം സുവിശേഷം. അപ്പോൾ ഓടിച്ച് മുമ്പോട്ട് പോകാൻ. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കേൾക്കണം. എങ്ങനെ വീണ്ടും പറയണമെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയണം. അങ്ങനെ പറയുമ്പോൾ സുവിശേഷത്തിന് ഒത്തിരി പ്രത്യേകത വിശേഷതകളുണ്ട്, ഒത്തിരി വൈശിഷ്ട്യമുണ്ട്. ഞാൻ ഒരു 10-16 എണ്ണം കുറിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്ന് പറയുന്നില്ല.
അല്ല, നിങ്ങളുടെ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് പറയാനും തോന്നുന്നില്ല. എന്നാലും വന്നിരിക്കുന്നല്ലോ, അതൊക്കെ ഒരു മഴയൊക്കെ വന്നെങ്കിൽ ഇത്രയും പേര് വന്നല്ലോ, അത് തന്നെ വലിയ കാര്യം. സുവിശേഷത്തിന് ധാരാളം വിശേഷതകളുണ്ട്. അതൊന്നും എൻ്റെ നാവ് കൊണ്ട് വർണ്ണിക്കാൻ ഒക്കത്തില്ല. പണ്ടൊരു കവി പറഞ്ഞ പോലെ, ശേഷനായെങ്കിൽ വർണ്ണിപ്പിൻ ശേഷിയാതെ ഭവൽ ഗുണം. അപ്പോൾ ഇതൊന്നും ഈ നാവ് കൊണ്ട് പറയാനൊന്നും ഒക്കത്തില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കുന്നതേ ഉള്ളൂ. അതുപോലെ ശ്രേഷ്ഠതയുള്ളതാ സുവിശേഷം. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകും. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം ആ മംഗള ജയ ജയ സന്ദേശം. അരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. ദൈവത്തിന് സ്തോത്രം. ആരാ പാടിയത്? കുഞ്ഞാച്ചാനാണോ? ആണോ? നന്നായി. ഇങ്ങനെ വേണം, അല്ലാതെ മസിൽ പിടിച്ചിരിക്കരുത്. നന്നായി, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് അഭിമാനത്തോടെ പറയണം. സുവിശേഷത്തിന്റെ വിശേഷത ചില കാര്യം എല്ലാം 16 എണ്ണം കൊണ്ട് എല്ലാം പറയുന്നില്ല. നാളെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ 16 എണ്ണം. ഒരു തള്ള ചോദിച്ചു, എന്നാ 16? ആരുടെ 16ആണ്? തള്ളക്ക് അങ്ങാണ്ട് പോകണം. അതിനാ അവര് ബാഗ് ഇടുന്ന ഞാൻ കണ്ട്. അതിനാ പുള്ളിക്കാർ എന്നാ 6ടെ 16? ഞാൻ പിന്നെ പറഞ്ഞു, അമ്മേ 16 പോയിന്റ് ആമ. ഓ ആട്ടെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ചില കാര്യങ്ങൾ ഓർപ്പിക്കുക. ഒന്ന്, അത് എല്ലാവരും പറയുന്നതാ, ഒന്നുകൂടെ അങ്ങ് ഓർപ്പിക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമല്ലോ, അത് ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അതെല്ലാം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഞാൻ പറയുന്നത് തെറ്റുന്നുണ്ടോ നോക്കിയിരിക്കുക. എനിക്കതും മനസ്സിലാകും. അഥവാ തെറ്റ് കാണുക ക്ഷമിച്ച് തിരുത്തുകയും കൂടെ ചെയ്തോണം അവിടെ ഇരുന്ന്. അപ്പൊ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന് ഈ സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. നിന്നെ രക്ഷിക്കുമെന്ന് വളരെ ലളിതമായിട്ടാണ്. ഇത്രയും ലളിതമായിട്ട് അതല്ലേ നല്ലത്? അതല്ലേ സാമിച്ച? അതല്ലേ നല്ലത്? വളരെ ലളിതം, എല്ലാവർക്കും മനസ്സിലാകും അല്ലേ? മോനെ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇല്ലയോടാ? എടൂ നിനക്ക് പിടി കിട്ടുന്നുണ്ടോ? ആ മോളെ നിനക്ക് പിടി കിട്ടുന്നുണ്ടോടി? ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ? അവക്ക് വരെ മനസ്സിലാകുന്നു. കണ്ണാടി വെച്ച അമ്മയെ മുന്നിൽ ഇരിക്കുന്ന നടുക്കിരിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. അനിലിന് പിടി കിട്ടുന്നില്ലേ? ഉണ്ട്. മൈക്ക് ഓപ്പറേറ്റർ മോൻ്റെ മുമ്പേ നമ്മൾ പേര് പറഞ്ഞായിരുന്നു. മോൻ്റെ റഫീഖ് തന്നെ റൗവൽ. അത് വേറെയാന്ന്. ഓ യോസല്ലെന്ന്. റൗവേൽ എവിടെ ഇരിക്കുന്നെന്ന് സാമിച്ചാണ്. യോസിനെ മാത്രം അറിയാവുള്ളൂ. മോനെ എഴുന്നേറ്റ് റൗവേലെന്നല്ലേ? നൗഫൽ ആണ്ടിരിക്കും. നൗഫൽ മോനെ ഞാൻ പറയുന്ന പിടി കിട്ടുന്നില്ലേ? ഇരുന്നു കണ്ടോ? എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാമല്ലോ. വീഡിയോ എടുക്കുന്ന ആൾ നമ്മുടെ പേരെന്തുവാ? ഞാൻ പറയുന്ന സുനിലിന് മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? എന്തൊക്കെ ലളിതമായിട്ടാണ് പറയാൻ. ചൊല്ലി പ്രസംഗിച്ചാൽ അവർക്കും പിടി കിട്ടുന്നില്ല, കേൾക്കുന്നവനും പിടിക്കുക. എല്ലാം കൂടെ ഒരു പണ്ട് ഞങ്ങളുടെ ഒരു അച്ഛൻ പോയി പിമ്പിരി. ഇത് പിമ്പിരി കയറ്റുന്ന മാർഗമല്ല, ലളിതമായിട്ടാ പറയാനേ. അപ്പൊ എന്താ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. വായിച്ചോ റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അറിവുള്ള വാക്യമല്ലേ? ഒന്ന് വായിച്ചോ. എന്തിനായി വായിപ്പിക്കുന്നു ചോദിച്ചാൽ ഇതിനകത്തുള്ളതായി പറയാനെന്ന് അറിയിക്കാനാ വായിപ്പിക്കുന്നത്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി. ഇത് രക്ഷയ്ക്കായി ദൈവശക്തി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പൊടിയാട്ടുള്ള ദേശവാസികള്, ശബ്ദപരിധിക്ക് ശ്രദ്ധിക്കുന്നവര്, ബഹുമാന്യര്, എന്നെ കേൾക്കുന്ന ശ്രോതാക്കള്, ഇന്ന് രാത്രി ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, അവൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താ സുവിശേഷം? ഇതിന്റെ വിശേഷത, ഈ സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്.
ആരെ രക്ഷിക്കും? സകല മനുഷ്യനെ രക്ഷിക്കും. ഇന്ന് രാത്രി ഒരു വിഭാഗത്തെയോ മതത്തെയോ സംഘടനയോ സഭക്കാരെയോ ഒരു ഗ്രൂപ്പിനെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഈ ഭൂമിയിൽ ചരിക്കുന്ന സകല മാനവരാശിയെ രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയകുമാരനെ ശുഭർത്യനായി വന്നു. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയകുമാരനെ ശുഭർത്യനായി വന്നു. അക്ഷയകുമാരനെ ചുമർത്യനായി വന്നു. വേദലെ ഭൂതി മുതൽ ഗോശാലയിൽ പിറന്നു. ജാതമോദം ദൂതർ പാടി വാഴ്ത്തിടുന്നു തന്നെ. ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു രക്ഷിക്കുന്നവൻ. അപ്പോൾ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഒന്നും കൊടുക്കണ്ട. അരി കൊടുക്കണ്ട, തുണി കൊടുക്കണ്ട, മണി കൊടുക്കണ്ട, കിണി കൊടുക്കണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട, അരി വേണ്ട, പൊരി വേണ്ട, മലര് വേണ്ട, ഏത്തക്കൊല വേണ്ട, പൂവങ്കൊല വേണ്ട, എണ്ണ വേണ്ട, തിരി വേണ്ട, ഒന്നും കൊടുക്കണ്ടെന്ന് മതങ്ങളെല്ലാം പഠിപ്പിക്കുന്ന. കൊണ്ടുപോവാ 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 എന്നിട്ട് വല്ലതും തൃപ്തി വരുന്നുണ്ടോ? എന്നിട്ടും പിന്നെ വലിയ നേർച്ചപ്പെട്ടി ബസ്സിൽ പോകുന്നതിന് എറിഞ്ഞ സൂക്ഷം അതിനകത്ത് കണ്ടിട്ടില്ല. എന്തെല്ലാം സാധനങ്ങളാ കൊണ്ട്. ഞങ്ങളുടെ ഒരു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ വന്ന് പറഞ്ഞ് ഇച്ചിരി പൈസ വേണം. ഞാൻ ചോദിച്ചു എന്തിനാണ്? ഇന്നിടം വരെ പോകാനാ. ഞാൻ പറഞ്ഞു അതിന് ഇത്രയും പൈസ വേണ്ടില്ല. അല്ല, അവിടെ പോകുമ്പോൾ കുറച്ച് സാധനവും കൂടെ. എവിടാന്നൊന്നും ചോദിക്കരുത് ജോർജ് കുട്ടിച്ചാനോട്, പിന്നെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞു അതിനെൻ്റെ ഈ കാശില്ല, നീ അതിന് അവിടം വരെ പോകണ്ടടാ, ഇങ്ങോട്ടൊന്ന് മുട്ടുകുത്തിയാൽ മതി, ഇവിടോട്ടൊന്ന് മുട്ടുകുത്തി നീ ഒന്ന് വിശ്വസിച്ചാൽ മതി. നീ ഈ വണ്ടിക്കൂലിയും മുടക്കി ഇത് സാധനമെല്ലാം കൂടെ മേടിച്ച് കെട്ടി നീ പോകേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നുമാണ് പറയുന്നത്. ഇവിടോട്ടൊന്ന് മുട്ടുകുത്തിയാൽ മതി, നീ അങ്ങോട്ട് പോകണ്ട, നിന്റെ അടുക്കലോട്ട് വരുന്നവനാ ദൈവം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എൻ്റെ സ്നേഹിത 5 പൈസ കൊടുക്കണ്ട, അര കാശ് കൊടുക്കണ്ട, അര മൈൽ നടക്കണ്ട. ചെരുപ്പിട്ടും ചെരുപ്പിടാതെയും വെളുത്ത തുണി കൊടുത്തോ, കറുത്ത തുണി കൊടുത്തോ, മഞ്ഞ തുണി കൊടുത്തോ, പിന്നെ വയലറ്റോ, പിന്നെ എന്തുവാ വേറെ ഏതാണ്ടൊക്കെ കളറുകളുണ്ടല്ലോ. എനിക്ക് എല്ലാ കളറും പറയാൻ അറിയാമല്ലേ. ഏതൊക്കെ ആ ഓറഞ്ച് ഉണ്ട്, നീലയുണ്ട്, പിന്നെ റെഡ്, റെഡും ഉണ്ട്. വേറെ കേസ് പറഞ്ഞ. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, ദൈവത്തിന് മഹത്വം. പിന്നെ എന്തേലും വേണം കേട്ടോ, ചുമ്മാ ഉടുതുണിയില്ലാതെ നടക്കരുത്. ദൈവം വിട്ടതാണെന്നും പറഞ്ഞു. ഇവിടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യനെ. ദൈവം വിട്ടതാണ്. പണ്ട് അല്ല ആത്മീയം കയറുമ്പോഴും ഉണ്ട് തുണി പറിച്ച് ഊരോട്ട് കളഞ്ഞ് തേജസ്സാന്ന് പട്ടായതന്നല്ല. എപ്പോഴാ ആരാന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിക്കരുത്. ദൈവത്തിന് മഹത്വം. യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചോണം, യോഗ്യമായിട്ട്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് ഭൗതിക വസ്തുക്കളൊന്നും കൊണ്ട് കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന്, കേൾക്കുന്ന കിടത്തിരുന്ന് അങ്ങനെ ഒറ്റ വാക്ക് നീ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ മതി, ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. നിന്റെ 1 രൂപ 50 പൈസ പോലും വേണ്ട, ഒരു ഭൗതിക വസ്തുക്കളും കൊടുക്കണ്ട. ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. എൻ്റെ കയ്യിൽ ഒന്നും അങ്ങോട്ട് തരാനില്ല, പക്ഷെ ഇന്ന് രാത്രി എന്നെ തരിക, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ വിടുവിക്കണമെന്ന് ആര് ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ എന്നെ യേശു വിളിച്ചിടുന്നു. വരുവീൻ നല്ല സമയം വൃഥാവാക്കാതെ എന്നെ യേശു വിളി
രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവര്, സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ആരെയും രക്ഷിക്കും, ഏത് മഹാഭാവിയെയും രക്ഷിക്കും, ഏത് സ്ഥിതിയിൽ ജീവിക്കുന്നവനെയും രക്ഷിക്കും. ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല, അറിയാമല്ലോ, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ഒന്ന്, സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട്, സുവിശേഷത്തിൻ്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. സമാധാനം വായിച്ചു. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 14-15 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. എഫേസ്യ ലേഖനം 6-14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പ്. സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ ഇത് കടയിൽ കിട്ടുന്നതല്ല. സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ഇത് കിട്ടുകയില്ല. ഒത്തിരി മാർക്കറ്റ് ഞാനും കയറിയിട്ടുണ്ട്. കുടുംബജീവിതമൊക്കെ നയിക്കുന്ന ആളായതുകൊണ്ട് വീട്ടു സാധനമൊക്കെ വാങ്ങാൻ കയറും. സ്തോത്രം, കയറുകയൊക്കെ ചെയ്യും, മേടിക്കുകയും ചെയ്യും, ചില കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് വരെ ഒരൊറ്റ കടയിലും കണ്ടിട്ടില്ല സമാധാനത്തിൻ്റെ പാക്കറ്റ് ഇല്ല. എന്നാൽ ആ സമാധാനം കിട്ടുന്നത് യേശുവിലാണ്. യേശുവിൽ സമാധാനമുണ്ട്. നമ്മുടെ കർത്താവിന് പര്യായ പദങ്ങളായിട്ടൊക്കെ ഈ പുസ്തകത്തിൽ വാക്യമുണ്ട്. ദൈവത്തിനെ സൈമൺ സാറ് വേദവികാരത്തിൻ്റെ പ്രഥമ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ നല്ല പദങ്ങളാണ്. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതിന് ആയതിന് അറുതിയില്ലാതുള്ള യുഗം മുമ്പും വീതരൂപനായി വിമലാപനായി നിന്ന മഹാനീതി രതിയ ഞാൻ ആദരാൽ വന്ദിക്കുന്നേ, സകല ലോകങ്ങൾക്കും ആദി കാരണം. ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇലോകീശദ്ധായിയു യലോകി അഡോണായി വിലോപമെന്യേ യാഗ്വേ യഹോവയാകെന്നെല്ലാം മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈ ജനാൽ പ്രകർഷിതമെന്നേ വേണ്ടു. അപ്പൊ യഹോവയാഗ് ഇങ്ങനെയുള്ള നല്ല പദങ്ങളാണ്. അതില് ഒരു വിശേഷ പദം ബൈബിളിലുണ്ട്. യേശുക്രിസ്തുവിന്റെ വിശേഷതകളിൽ പര്യായ പദത്തിൽ ഒന്ന് നമുക്കറിയാമല്ലോ. ഇങ്ങനെ കൊടുത്തത് സമാധാന പ്രഭു. ഇന്ന് രാത്രി ആ സമാധാന പ്രഭു ഇവിടെ വന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സമാധാന പ്രഭു നദി പോലെ ഈ സമാധാനം ഒഴുകി വരും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഞാൻ എല്ലായിടത്തും പറയും, ഈ മൈക്ക് അവിടെ ഇരിക്കുന്ന പലരുടെയും കൈ കൊടുത്തേച്ച് കയറി പറയാൻ പറഞ്ഞാൽ പലരും പറയും, ഈ സഹോദരിമാരി മാന്യ മാലാക്കളൊക്കെ പറയും, അയ്യോ ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, യേശു ഉള്ളത്ത് വന്ന് ഇപ്പൊ സമാധാനമാണ്. ഇല്ലേ ഇല്ലേ, അനുഭവിക്കുന്നവരാട്ടിരിക്കുന്ന കർത്താവിന് മഹത്വം. ഈ അമ്മയുടെയൊക്കെ കൈ കൊടുക്കുക നല്ല തടിപ്പുറത്തെ വെടി പോലെ നിന്ന് പറയും. ആ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം ഇപ്പം യോഗമായതുകൊണ്ട് മമ്മി ഇരിക്കുക. സ്തോത്രം. ഇതങ്ങോട്ട് കൊടുത്താൽ നല്ല ചടുലതയോടെ പറയും, ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, സ്വസ്ഥതയില്ലായിരുന്നു, വെച്ച കഞ്ഞി കുടിക്കാൻ പോലും ഇടയായിട്ടില്ല, ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിച്ചതാ, അവൻ കുഞ്ഞുങ്ങളെ കൊല്ലാമെന്ന് ചിന്തിച്ചതാ. പക്ഷേ അവന് എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴാ യേശു ഉള്ളത്തിൽ വന്നു, സുവിശേഷം കേട്ടു. ഇപ്പോൾ എന്ത് സമാധാനമായിരിക്കുന്ന കണ്ടോ എല്ലാവരും, എന്ത് സമാധാനത്തോടായിരിക്കുന്നത്. പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? ഉള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടില്ലേ, എന്തെല്ലാം പ്രശ്നമുണ്ട്. കടഭാരമുള്ളവർ ഇതിനകത്തുണ്ട്, കടവുള്ളവരുണ്ട്. കൈ പൊക്കിക്കുക, കടവുള്ളവർ തരാനൊന്നുമല്ല എന്നറിയാൻ ആർക്കുമില്ലേ? ആർക്കും കടവില്ലേ? പുറകിൽ ഒരാൾ പൊക്കി, ഒന്നുകൂടെ പൊക്കാം. പുള്ളിക്ക് അങ്ങ് നാണക്കാട്, ആരും പൊക്കാനില്ല, ഞാൻ പൊക്കാം, എനിക്കുണ്ട്. അപ്പം പിന്നെ നമുക്ക് രണ്ടുകൂടെ പോക്കാം, പോക്ക്. പുള്ളി ഒന്ന് ചുമ്മാ പൊക്കിയതാണോ അല്ലേലിയ പറഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കടവുള്ളവരുണ്ടോ? ആർക്കുമില്ല. കടമില്ലേ? പിന്നെ പൊക്കാൻ പറഞ്ഞിട്ട് പിന്നെ അനിലിന് കടം വല്ലതും ഉണ്ടോ? ചെറുത് കടമല്ലേ? സാമച്ചാനും കടം വല്ലതും ഉണ്ടോ? ചുരുക്കി പറഞ്ഞാൽ എല്ലാം പരുവക്കേടിയിരിക്കുക. ഇവിടെ ഇരിക്കുന്ന പലരും കടഭാരമുള്ളവരാ, പക്ഷേ എന്ത് സമാധാനത്തോടായിരിക്കുന്നു. കടമുണ്ടെന്നും പറഞ്ഞ് പുള്ളി പാടാതിറങ്ങി ഓടിയോ? ഇല്ല. ഓടുകയല്ല, നാളെയും പാടും. ഇവിടെ ഇരിക്കുന്ന പലർക്കും കടം, അതായിട്ട് ലോണാന്ന് എന്നോട് പറഞ്ഞത്. എഴുന്നേറ്റ് ഓടിയോ? എന്ത് സന്തോഷത്തോടായിരിക്കുന്നു, നല്ല സുമുഖനാ. അതെന്നാ കാര്യം? ഈ സമാധാനം അകത്തുള്ളത് കൊണ്ടാണ്.
ഇവിടെ സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇവിടെ കാണും. ഈ ഭൂമിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവരൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ എന്ത് സമാധാനത്തോടായിരിക്കുന്നത്. കാരണം എന്നാണെന്നറിയാമോ? ഇത് അമേരിക്കന് സായിപ്പ് തരുന്നതൊന്നും കൊണ്ടൊന്നല്ല. ചില പറഞ്ഞ സായിപ്പുമാർ കൊടുക്കുന്നു കണ്ണടച്ച് ഫോട്ടോയുടെ പറയുന്നത്. പ്രാർത്ഥിക്കാൻ പോലും ഒരെണ്ണം കണ്ണടക്കിയല്ല. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഉടനെ നോക്ക്. ഇത് സായിപ്പ് തന്നൊന്നുമല്ല, ഇത് ദൈവം തന്ന സമാധാനമാണ്. അതിന്റെ കാരണം യേശുക്രിസ്തുവിന് വേറൊരു വിശേഷതയുണ്ട്. ക്രിസ്തു നമ്മുടെ സമാധാനം. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും ധനമേ. അറിയാവുന്നൊരു ചേർന്ന് പാട്ട്. യേശു നായകൻ, സമാധാന നായകൻ, നിനക്കെന്നും കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം നിനക്ക് സമാധാനം തരുന്നതാണ്, മദ്യമല്ല തരുന്നത്. മദ്യമൊക്കെ കുടിക്കുമ്പോൾ ഞാൻ കുടിച്ചിട്ടില്ല, കുടിക്കുന്ന ഒരുത്തനോട് ചോദിച്ചു എങ്ങനെയാണോ ഇത് കുടിക്കുക? അവൻ പറഞ്ഞു കുടിച്ചു കഴിയുമ്പോൾ ഒരു ബിംബിരിയാന്ന് പറഞ്ഞു. കുടിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ബിംബിരി? നമുക്ക് തോന്നുക നമ്മുടെ ഭാര്യ മറിയാമ്മയാ നിൽക്കുന്നത്, ചെറിയാച്ചൻ്റെതാ, എന്നാൽ ഇവനങ്ങ് തോന്നുക നമ്മുടെതാണ്. അത് കയറി അവളെ ഞോണ്ടും. അവളെ ഞോണ്ടുമ്പോൾ മറ്റവൻ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ടല്ലോ വാക്യം, അവൻ വന്ന് നല്ല പെരുക്ക് ഉടനെ ഇവൻ പറയും ആർക്ക് കഷ്ടം, ആർക്ക് അവരെ നീ അടിച്ചു, എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു. ഉള്ള കാര്യമായി പറയാം, ദൈവത്തിന് മഹത്വം ഉള്ളതായി പറയുന്നേ. മദ്യം നിനക്ക് സമാധാനം തരത്തില്ല കേട്ടോ. നിന്നെ നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, കുഞ്ഞുങ്ങളെ അനാഥരാക്കും, ഭാര്യ വിധവയായി തീരും, ഒടുവിൽ നിന്റെ കരളിന് രോഗം പിടിച്ച് മറ്റ് കെടുതി വന്ന് ആമ മുടിച്ചു കളയുന്നതാ മദ്യം. ഇപ്പോഴാണ് മുട്ടിന് അങ്ങ് എന്തോ ബാറ്, റോഡിലെല്ലാം ബാറാ. വലിയ സൂത്രക്കാരാ ഇവന്മാരെല്ലാം. ആദ്യം ബിൽഡിങ് പണിതേച്ച് ഉടനെ ഹോട്ടലെന്നാണ് കൊടുക്കുന്നത്, പിന്നെ താഴെ ഇങ്ങനെ മൂടി വെക്കും. ഒന്നും കണ്ടിട്ടില്ലേ? വല്ല ആത്മീയരായതുകൊണ്ട് തികഞ്ഞ ആത്മീയരെല്ലാം കൂടെ പൊടിയാട്ട് വിളയിൽ ഇന്ന് കൂടിയത് വലിയ കാര്യം. കണ്ടിട്ടില്ലേ? റോഡ് മുഴുവൻ എന്താ അപകടമാണെന്നറിയാമോ? ഈ ബിവറേജും എല്ലാം കൊണ്ടുപോയി എന്ത് അപകടമാണെന്നറിയാമോ? നമ്മളങ്ങോട്ട് പോകുമ്പോൾ ഇപ്പം പെട്ടെന്ന് വെട്ടിക്കുന്നു, അവൻ അത്യാവശ്യം വേണം ഇത്. ഇത് അത് പ്രശ്നമാണ്. ഇതിനടി പലകയാന്ന് തോന്നല്ലയോ? അതാ. നാളെ ഞാൻ താഴെ നിന്നോളാം. അപ്പൊ ശ്രദ്ധിച്ചേ, അപകടങ്ങളും മറ്റ് പ്രശ്നങ്ങളൊക്കെ എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. മദ്യം നിന്നെ നശിപ്പിക്കുന്നതാ കേട്ടോ. മദ്യം സമാധാനം തരത്തില്ലെന്ന്. ലഹരി പദാർത്ഥങ്ങളും സമാധാനം തരുന്നതല്ല. മറ്റ് പാപ വഴികളൊന്നും നിനക്ക് അതൊക്കെ താൽക്കാലിക സുഖങ്ങളാ. എന്നാൽ നിത്യമായ സമാധാനം തരുന്ന ഒരേ ഒരു മാർഗം അത് സുവിശേഷമാണ്. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുക, സുവിശേഷം ഏറ്റെടുക്കുക. സുവിശേഷം ഒരു വിഭാഗത്തിന്റെ മതത്തിന് വേണ്ടിയുള്ളതല്ല, ഓർപ്പിച്ചുള്ള സകല മനുഷ്യനും രക്ഷപ്പെടാൻ ആ സുവിശേഷം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം സമാധാനം തരുന്നതാണ്, ലോകം തരുന്ന സമാധാനമല്ല. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത ഇത് നിന്നെ ഉയർത്തുന്നതാണ്. ഉയർത്തും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ന്റെ 7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ടോ നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത ഇത് നിന്നെ ഉയർത്തുന്നതാണ്. ഏത് താഴെ കിടക്കുന്നവനെ ഉയർത്തി ആദരിക്കുന്ന മാർഗമാ സുവിശേഷം. ഇത് ദൈവം ഉയർത്തുന്നതാണ്. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവരോടെല്ലാം ഒന്ന് ചോദിച്ച്, ഈ മൈക്ക് കൊടുത്ത അവരെല്ലാം മുമ്പേ പറഞ്ഞ പോലെ വന്ന് പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതാ പറയാനുള്ളത്. ഈ ബഹുമാനരായ പിതാക്കന്മാർക്കും അമ്മമാർക്കും ഈ സഹോദരന്മാർക്കും ഈ മാന്യ കർത്തൃദാസന്മാരും എല്ലാം ഈ മൈക്ക് കൊടുത്താൽ അവൻ ഒരു വാചകം എല്ലാവരും പറയും, എൻ്റെ ദൈവം എന്നെ ഉയർത്തി. അല്ല, എനിക്ക് അത് തന്നെ പറയാനുള്ള. ആ കുട്ടനാട്ടിലെ കാവാലത്ത് ആരോരും അറിയാതെ കിടന്ന എന്നെ ദൈവത്തിന് മഹത്വം. ഇപ്പോഴാണ് ചിലരൊക്കെ എന്നെ അറിയും. അതെന്നെ ഈ സുവിശേഷം പറഞ്ഞത് കൊണ്ടാണ്. അല്ല, ഏത് കോമച്ചാരറിയാൻ ആരറിയും? ഇപ്പോൾ മിക്കവരും അറിയാം കേട്ടോ.
ഈ റോഡിലൊക്കെ ചിലപ്പോൾ ഒന്ന് ഇറങ്ങി നിന്നാൽ ഉടനെ പലരും വന്ന് വണ്ടി നിർത്തി വെച്ച് ഇനി ആളല്ലയോ അതെ ആ അതിനെ സുവിശേഷമാണ്. അല്ല ഏത് പൂക്കണ്ണം തന്നെ അറിയാൻ സുവിശേഷമാണ്. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ ഞങ്ങൾ വേറൊരു രാജ്യത്ത് പോയിട്ട് തിരിച്ചു വരിക. കൂടെ 2 ജയ്സനും ഒക്കെ ഉണ്ട്. ലഗേജ് അങ്ങ് കൂടി. ഇദ്ദേഹത്തിൻ്റെ ഹാർമോണിയത്തിനും ഒക്കെ നല്ല ഗാനമുണ്ട്. പിന്നെ വീട്ടിലോട്ട് വരുന്ന എലിയോ 2 മുട്ടായിയൊക്കെ മേടിച്ചത്. അപ്പോൾ എല്ലാം കൂടെ അങ്ങ് ലഗേജ് കൂടി. അപ്പോൾ ഒരു പെട്ടിക്കകത്ത് വേണ്ട എത്ര കിലോ ആയിരുന്നു ജയ്സന്? 15 കിലോ 18 എന്തായാലും മാ തുറന്ന് പറ. ആ പുള്ളി നല്ല സഹോദരനാണ്, വേണ്ടുകയല്ല. അപ്പം 18 കിലോ അല്ലയോ? ആ 18. അപ്പോൾ എന്തോ അപ്പം ആ വീട്ടുകാരൻ പറഞ്ഞു പൊക്കോ, ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നുണ്ട്, അന്നേരം കൊണ്ടുപോകാം. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എടുത്തോ, ആരെങ്കിലും പരിചയക്കാർ വല്ലോ ലഗേജ് ഇല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ അങ്ങ് കൊടുക്കാം. അങ്ങനെ കൊണ്ടുവന്ന് ഞാൻ ഇനി വീൽ ചെയറേല, എനിക്ക് കാലിന് വേദനയുണ്ട് തന്നെ, അല്ല ഭാഷയൊന്നും അറിയത്തില്ല. അപ്പോൾ ഇരുന്ന് കൊടുത്താൽ മതി, നിങ്ങൾ അതാ കൂടുതൽ ഉള്ള കാര്യം. ഭാഷ അറിയത്തില്ല. മതാമ തുരുതാന്ന് ചോദിച്ചാൽ ഞാൻ എന്നാ പറയാൻ? അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് ഇരുന്ന് കൊടുക്കും. അപ്പോൾ അവർ ഓർക്കാനായിട്ട് വലിയ പുള്ളിയാണെന്ന് പറഞ്ഞു. ഞാനും അത് കണ്ടങ്ങ് അല്ല ഇരിപ്പ് കണ്ടാലും ഒരു 80 തോന്നുവേ. തോന്നും. പിന്നെ അപ്പം അങ്ങോട്ട് ഉരുട്ടിക്കോട്ട് ചെന്നപ്പം അവിടെ ഇരിക്കുന്ന ആള് എഴുന്നേറ്റ് എന്തോ സ്ഥലം തന്നെ ഇരിക്കുന്ന സ്ഥലം എന്തുവാ ഇതിൻ്റെയൊക്കെ അല്ലെന്ന് ഈ അവിടെ ഇരിക്കുന്ന പുള്ളിയുടെ പേര് ഇമിഗ്രേഷൻ അത് തന്നെ അതാ എന്തുവാന്ന് ലഗേജ് വിടുന്ന അവിടെ. പുള്ളി എഴുന്നേറ്റ് ചവിടുന്ന് ഓടി ഇങ്ങോട്ട് വന്ന് വെച്ച് എന്നോട് പറഞ്ഞു കാവാലം പാസ്റ്റല്ലേ എന്ന്. ഞാൻ പറഞ്ഞു അതെ, എന്നും കേട്ടേച്ചാ ഉറങ്ങുന്നേ, എന്നും കേട്ടേച്ചാ ഉറങ്ങും. ഞാൻ പറഞ്ഞു ആട്ടെ പ്രാർത്ഥിക്കും. പുള്ളി പറഞ്ഞു ലഗേജൊക്കെ വിട്ടോ? ഞാൻ പറഞ്ഞു കൂടുതൽ വല്ലതും ഉണ്ടോ? പുള്ളി ഇങ്ങോട്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞു സാറേ ഒരു 15 കിലോയുടെ ഉണ്ട്. ഒന്നും കുഴപ്പമില്ല, ഞാൻ കയറ്റി വിട്ടോളാം. ഇങ്ങോട്ട് അത് കയറ്റി വിട്ട് പുള്ളി ചോദിക്കുക ഇനിയും ഉണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള വിദ്വാൻ പറഞ്ഞു കുറച്ചുകൂടി എടുക്കേണ്ടതായിരുന്നു. എങ്ങനെയുണ്ട്? പണ്ടൊരാറ് പറഞ്ഞ പോലെ തൊള്ളി കൽപ്പന കൊടുത്താൽ തള്ളി കയറുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ. അല്ല ഞാൻ മറ്റു രീതിയിൽ ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രത്യേക റിസ്കിൽ ചെയ്ത എന്നാ കാരണം? ഈ സുവിശേഷം എടുത്തത് കൊണ്ട്, ഇതെടുത്തത് കൊണ്ടാണ്. ഒരിക്കലൊരു രാജ്യത്ത് ചെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വലിയ ഒറ്റയ്ക്കേ ഉള്ളൂ യാത്ര. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ യാത്ര ചെയ്യാറില്ല. ഈ സഹോദരന്മാരൊക്കെ കൂടെ കാണും. ദൈവത്തിന് മഹത്വം. ബഹുമാനപ്പെട്ട തോമസ് പാസ്റ്റർക്കും അറിയാം. അപ്പോൾ അന്ന് ഒറ്റയ്ക്ക് വരിക, വലിയ ഒറ്റയ്ക്കൊക്കെ യാത്ര വലിയ ബുദ്ധിമുട്ട് തന്നെയല്ല. കർത്താവും അങ്ങനെ പറഞ്ഞ ഈ 2 പേരെയാണ് പമ്മി ഒറ്റയ്ക്ക്. അങ്ങനെ ഇത് പമ്മി പോകുന്നതാണ് അവിടെ നിന്ന്. അല്ല ഇത് ഒരുവരെയൊക്കെ പിന്നെ ഒരു തമ്മി വീണാ മറ്റവൻ എഴുന്നേൽപ്പിക്കുകയല്ലേ. ദൈവത്തിന് മഹത്വം. അപ്പം അന്ന് ഒറ്റയ്ക്ക് പോരുക, ആരുമില്ല. അന്നാലും ഇത് എല്ലാം വീൽ ചെയറാ. അതും ഇങ്ങനെ വന്നപ്പം അവിടെ ഒരു ഓഫീസർ പുള്ളി പറഞ്ഞു ഇനിയാണ് അവിടെ ഇരിക്കും. അപ്പം ഞാനൊരു ദൈവമേ വെട്ടിനകത്തായോ കുഴപ്പമായോ എന്തുവാണെന്ന് എനിക്കും അറിയാൻ മേല. അവിടെ ഇരിക്കാൻ പറഞ്ഞു വെച്ച് പുള്ളി അങ്ങ് പോയി. ഏതോ കാര്യമെല്ലാം ചെയ്ത് വെച്ച് പുള്ളി കുറേ നേരം കഴിഞ്ഞ് വന്ന് പറഞ്ഞു. അപ്പം പുള്ളി വേറൊരാളെ എന്നെ തള്ളിക്കൊണ്ട് പോവുക, അതൊരു സായിപ്പാ. അപ്പോൾ പുള്ളി എന്ന് വെച്ചു എല്ലാവരും പോയിട്ട് എന്നെ വിടുന്നില്ല. അതല്ലേ ഇതിലൊക്കെ വിചിത്രം. ഞാനോടത്ത് ദൈവമേ അവിടുന്ന് കയറിയും പോന്ന് കൊണ്ട് വിട്ടവർ അവരും പോയി. ഇത് പറയാനും അറിയാൻ മേലെന്തോ. പുള്ളി അവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും കയറി മുഴുവൻ ആൾക്കാരും പോയി. ലാസ്റ്റ് പുള്ളി ഇങ്ങോട്ട് വന്ന് വെച്ചു കാര്യമെല്ലാം നോക്കിച്ച് വരാൻ പറഞ്ഞു. വാസു വരാൻ പറഞ്ഞു. കൊണ്ടുപോയിച്ച് ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതാ. 10-20 മണിക്കൂർ. അപ്പോൾ പുള്ളി വന്ന് വെച്ച് പറഞ്ഞു വാന്ന് പറഞ്ഞു വെച്ച് പുള്ളി ബിസിനസ് ക്ലാസ്സെ കൊണ്ട് കയറ്റി. ഇതിൽ പൊക്കോളാൻ അതിനാ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. അത് പുള്ളിയുടെ റിസ്കില്ലേ. അതിനാ കാര്യം. ബിസിനസ് ക്ലാസ് ഒന്ന് എഴുതാനും വായിക്കാനും പോലും അറിയാൻ മേല. അവിടോട്ട് കയറിയപ്പം ദുരിതം എന്തോ വേണമെന്ന് പിന്നെ കയ്യും കാലും ഒക്കെ കാണിച്ച് ഏതാണ്ടല്ല ഒരു പരുവത്തിന്. പിന്നെ സ്തോത്രം. ഞാനും തോമസ് പാസ്റ്ററും കൂടെ ഡൂലോസ് അല്ലേ നമ്മൾ കാണാൻ പോയി. ഞങ്ങൾ രണ്ടും ഇതുപോലൊക്കെ തന്നെ. സ്തോത്രം. അത് ഉള്ള പറയുന്നതിന് തന്നെ. ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ഒരു അഭിഷേകം ഞങ്ങളുടെ മേലുണ്ട്. അപ്പോൾ ഞങ്ങൾ കപ്പൽ കാണാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു പാസ്റ്റർ എങ്ങനെ കഴിഞ്ഞ് വാന്ന് പറഞ്ഞ്.
പുള്ളി ആരെയും കയറ്റുന്നുമില്ല, കാണാനും ഒക്കുന്നില്ല. പുള്ളി ചെന്ന് ആരോട് ഏതോ ഒരു മദാമയായിരുന്നു സാഹിബ് കണ്ട് ചുരുക്കി പറഞ്ഞ അവർ നല്ല ജോറായിട്ട് ഞങ്ങളെയും കൊണ്ട് കപ്പൽ മുഴുവൻ കാണിച്ചെന്നുള്ളതാണ് എല്ലായിടത്തും. ഇതൊക്കെ എന്നാ കാര്യം? ഞാൻ മറ്റു രീതി ഈ സുവിശേഷം എടുത്തതാണ്, അല്ലാതെ കുടുംബശ്രേഷ്ഠതയൊന്നുമല്ല, മാതാപിതാക്കളുടെ മഹിമയൊന്നുമല്ല, ആമേൻ ദേശത്തിന്റെ ആമേൻ വൈശിഷ്ട്യമല്ല, കുടുംബത്തിന്റെ ശ്രേഷ്ഠത, വിദ്യാനിപുണതയൊന്നുമല്ല. ഇതെടുത്തത് കൊണ്ടാ. ഈ സുവിശേഷം നീ അംഗീകരിച്ചാൽ, വിശ്വസിച്ചാൽ, ആമേൻ സ്വന്തം ദൈവം നിന്നെ ഉയർത്തും. അല്ല, ഞാൻ ആത്മീക വിഷയത്തിൽ വരാം. എന്നേക്കാൾ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, തിയോളജിയുടെ എല്ലാ വശവും പഠിച്ച് വേറെ പുസ്തകമൊക്കെ അയച്ച് കലക്കി കുടിച്ച് പഠിച്ച ധാരാളം ശ്രേഷ്ഠനാകുന്ന, ഉന്നത നിലവാരം പുലർത്തുന്ന ധാരാളം നല്ല കുടുംബത്തിൽ, എൻ്റെ ഭാഷയാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ലോകം ഗണിക്കുന്ന രീതിയിൽ ഉന്നത കുലജാതര്, ഉന്നത കുടുംബത്തിൽപ്പെട്ടവര്, വിദ്യാനിപുണന്മാര്, കാണാൻ സൗന്ദര്യമുള്ളവർ, കഴിവുള്ളവർ, അനേകം മിടുക്കന്മാര്, ശ്രേഷ്ഠന്മാരുമൊക്കെ ഇരിക്കുമ്പോൾ ഈ പോഷനാകുന്ന എന്നെ ഇവിടെ നിർത്തി 10 വാക്യം പറയുവാൻ ദൈവം ചെയ്തത്, അത് ദൈവം ഉയർത്തിയതാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുക, ഇവരൊക്കെ നന്നായിട്ട് പാടുന്ന, അനിലൊക്കെ എന്ത് നന്നായിട്ട് പാടുന്നത്, ഉഞ്ഞുവാനച്ചാനും മോശമല്ല, പിന്നെ സാമച്ചാനും മോശമല്ല, എന്നാലും ഞാൻ പാടുമ്പോൾ അവർ കേട്ടിരിക്കുക. എനിക്കാണ് സംഗീതത്തിൻ്റെ ABCD ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ ഈ ജെയ്സൺ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുക. നിർത്തേണ്ട സമയത്ത് പുള്ളി കണ്ണു കാണിക്കുക, അത് ഞങ്ങൾക്കറിയാം. സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് പുള്ളി അതൊരു സിഗ്നലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ രക്ഷപ്പെടുന്നത്. ഇതൊന്നും പഠിച്ചതുമല്ല, അറിയത്തുമില്ല. പിന്നെ അങ്ങ് ദൈവകൃപയാണ്. സ്തോത്രം. അവൻ ദരിദ്രനെ ഒന്ന് ചേർന്ന് പറ, അതേലും ഒന്ന് പറയുമായിരിക്കുമല്ലയോ. അവൻ ദരിദ്രനെ പ്രഭുക്കന്മാരോട് കൂടെ കണ്ടില്ലേ ഈ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുക. ലോകപരമായിട്ട് വിദ്യാനിപുണന്മാരും കുടുംബശ്രേഷ്ഠതയുള്ളവരും കഴിവുള്ളവരും ഈ ഭാഷക്കൊക്കെ എന്നേക്കാളും ആരോഗ്യമുണ്ട്, നെടുപ്പുണ്ട്. പിന്നെ സ്തോത്രം. എന്നാൽ ഇവരുടെ കൂടെ എന്നെ ഇരുത്തുക. വന്നപ്പോൾ ആണ്ട് പിടിച്ചു ഇരുത്തി. എന്നാ? കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, മനുവേല വന്ദനം മണ്ണിലേഖന, മനുജാതിക്കായി വന്നത ഉന്നതാധിപ, മനുവേല വന്ദനം. ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഓ ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ കൃപ ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, നീ കൃപ കാട്ടി നായക ജീവനായക, നീ കൃപ കാട്ടി നായക ജീവനായക, മനുവേല വന്ദനം മണ്ണിലേഖന, മനുജാതിക്കായി വന്നവ ഉന്നതാധിപ, മനുവേല വന്ദനം. അപ്പൊ ശ്രദ്ധിക്കുക, 1 സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാ, 2 സുവിശേഷം സമാധാനം തരുന്ന മാർഗമാ, 3 സുവിശേഷം നിന്നെ ഉയർത്തുന്ന മാർഗമാ. ഉയർത്തും.
ഞാൻ 3 പോയിന്റ് ഇന്ന് പറയുന്നുള്ളൂ. ദൈവം അനുവദിച്ചാൽ ബാക്കി ഒരു 10-12 ഉണ്ട്, അത് നാളെ പറയാം. കാരണം ഇന്ന് എടുത്ത വാക്യത്തിലോട്ടൊന്ന് വരണമല്ലോ. ഇതിൻ്റെ ബാക്കി നാളെയും കൂടെ ചേർത്തായിരിക്കും, കുഴപ്പമില്ലല്ലോ. അത് മതി. അപ്പം സുവിശേഷം 1 നിന്നെ രക്ഷിക്കും, 2 സുവിശേഷം നിനക്ക് സമാധാനം തരും, 3 സുവിശേഷം നിന്നെ ഉയർത്തും. ബാക്കി ഇതിനോട് ബന്ധപ്പെട്ടത് ദൈവം അനുവദിച്ചാൽ നാളെ ഒരേ ചോദ്യം ചോദിച്ചാൽ മതി. ഗുണമാകാനാന്ന് ഇതൊക്കെ മതി. എടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണമല്ലോ. നമ്മൾ ആ യോഹന്നാന്റെ സുവിശേഷം 10:4 വായിച്ചത്. ദൈവത്തിന് മഹത്വം. ഓർപ്പിച്ചല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിന്റെ മഹിമയും മഹത്വവും വെളിപ്പെടുത്തുക. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാടായി അവിടുന്ന് പരിരസിക്കുക. 2-ാം അധ്യായത്തിൽ അവൻ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം. അത് നിക്കോദോമസിനോടാണ് പറയുന്നത്. പുള്ളി വലിയ മിടുക്കനായിരുന്നു, എല്ലാ ഭാഗവും എടുക്കുന്നില്ല. നിക്കോദോമസ് പുള്ളിയെ പറ്റി കേൾക്കുന്ന 1 പുള്ളി 3-ാം അധ്യായത്തിൻ്റെ 1 വായിച്ച് ദൈവദാസനെ 3-ാം അധ്യായത്തിൻ്റെ 1 നമുക്കറിവുള്ള വാക്യമായി എന്നാലും ഒന്ന് വായിച്ചു. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദോമസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, അപ്പൊ ശ്രദ്ധിക്കുക, 1-2 കാര്യം പറഞ്ഞങ്ങ് പോകാം, എല്ലാം പറയാൻ നേരമില്ല. ഈ നിക്കോദോമസിനോട് യേശു പറയുക, വീണ്ടും ജനിക്കണം. പുതുജനനം അത്യാവശ്യമാണ്. അപ്പൊ ആരായി വീണ്ടും ജനിക്കേണ്ടത്? ചില ആൾക്കാര് ധരിക്കുന്നത് വേറെ ആൾക്കാരല്ല, എല്ലാവരും വീണ്ടും ജനിക്കണം. 1 ഇദ്ദേഹം പ്രമാണിയാ. അപ്പൊ പ്രമാണിമാര് വീണ്ടും ജനിക്കണം. ഞാൻ പൊടിയാട്ടുപിള്ളയിലെ വലിയ പ്രമാണിയാന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, നീ വീണ്ടും ജനിക്കണം. സ്തോത്രം. എല്ലാവരും വീണ്ടും ഞാൻ വിവരിക്കുന്നില്ല, സമയത്തായി പോയപ്പോൾ നാളെ പറയാൻ ഒക്കുന്നെങ്കിൽ നാളെ 2 മണിക്കൂർ തരണം. ഇന്നിപ്പോ ഞാനെല്ലാം അങ്ങ് വെട്ടിച്ചുരുക്കുക. ഈ സമയം കൂടുതൽ വയ്ക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഈ 2 ശീലം പാടുന്നത് കൊണ്ടാണ്. മറ്റുള്ളവർക്ക് ഇത്രയും വേണ്ട, കാരണം അവർ അത് പൂർണ്ണമായിട്ടങ്ങ് പറയും. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നിന്ന് പഴയ്ക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവകുഞ്ഞാട്, 2-ാം അധ്യായത്തിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം, 3-ാം അധ്യായത്തിൽ നിത്യജീവൻ കൊടുക്കുന്ന ദൈവം, 4-ാം അധ്യായത്തിൽ ആത്മാവാകുന്ന ദൈവം, 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പൊറുപ്പിക്കുന്ന ദൈവം, 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നടക്കുമെന്ന ജീവന്റെ അപ്പമാകിയ ദൈവം, 7-ാം അധ്യായത്തിൽ ആത്മനിറവിനെ കൊടുക്കുന്ന സർവശക്തനായ ദൈവം, 8-ാം അധ്യായത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവം, 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം, 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം. ഓരോ അധ്യായത്തിൽ അവിടുത്തെ മഹിമയും ശ്രേഷ്ഠതയും വൈശിഷ്ട്യവും വെളിപ്പെടുത്തി. നമ്മൾ 10:4 വായിച്ചത്. ആ 4-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുക, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ തനിക്കുള്ളവയൊക്കെയും പുറത്ത്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം ദൈവം പുറത്തിറക്കും. 1-2 കാര്യങ്ങൾ വിശദീകരിക്കാതെ പോയിന്റ് മാത്രം പറഞ്ഞങ്ങ് ഇന്ന് നിർത്താം. അതിനെ ഇന്ന് സമയം അനുവദിക്കുന്നുള്ളൂ. എന്നാലും ഇത്രയും സമയം തന്നതിന് നന്ദിയുണ്ട് കേട്ടോ. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് ആവശ്യമുള്ളതിനെ എല്ലാം സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ചില കാര്യങ്ങളൊന്നും ചിന്തിച്ചേച്ച് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം വായിച്ചു. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23. തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാ. യോശുവ 6:23 പെട്ടെന്ന് വായിച്ചു ദൈവദാസൻ. അങ്ങനെ ഒറ്റുകാരായ യവനക്കാർ ചെന്നു രാഹാബിനെയും അവളുടെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും അവൾക്കുള്ള സകലത്തെയും പുറത്തു കൊണ്ടുവന്നു. മതി. തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം. പശ്ചാത്തലഭാഗം നമുക്കറിയാം. ഇസ്രായേൽ യാത്ര ചെയ്ത് മുൻപോട്ട് വരികയാ, കനാനെ ലക്ഷ്യമാക്കി. ആ വരുന്ന യാത്രയിൽ ഇതിനിടയ്ക്ക് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ ഏകദേശം പാളയം അടിച്ചു വരിങ്ങനെ മുൻപോട്ട് വരികയാ. അങ്ങനെ വന്ന് ഇതിനിടയ്ക്ക് അഹരോൻ മരിച്ചു, മിറിയാം മരിച്ചു, മോശ മരിച്ചു. ദൈവമടക്കി മോശയുടെ കൈക്ക് വെള്ളമടിച്ച് യോശുവ നേതൃത്വ നിരയിൽ വന്നു. അതിനകത്തൊരു മർമ്മമുണ്ട്. ഇത് മക്കത്തായ ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ എല്ലാം മക്കത്തായമാ. അപ്പം ചാകുമ്പോൾ മോനെ പിടിച്ച് ഓവർഹിയർ ആക്കുക, ഇല്ലെങ്കിൽ അപ്പം പോകുന്നതിന് മുന്നേ അതിനുള്ള കുരുക്കൊപ്പിച്ചേച്ച്, അല്ലെ സൂപ്രണ്ട് ചാകുമ്പോൾ സൂപ്രണ്ടിന്റെ മോനെ എങ്ങനെയാലും അടുത്ത സൂപ്രണ്ട് ആക്കാനുള്ള സൂത്രമെല്ലാം
പ്രസിഡന്റ് ആണെങ്കിൽ പ്രസിഡന്റ് ആകുന്നതിന് മുന്നേ മോനെ എടാ ഇത് വിളിയുള്ളവൻ ചെയ്യണം, അല്ലാതെ മക്കൾക്ക് കൊടുക്കുന്നതല്ല. വിളിയുള്ളവൻ എന്നാ ചൂണ്ട് കൂർപ്പിച്ചിരിക്കുന്നു, ഉള്ള കാര്യമായി പറയാൻ. നാളെ വരികയല്ലേ, കൊടുക്കയി, ഇവിടുത്തെ മെമ്പറല്ലേ, ഇരിക്കവിടെ. ദൈവത്തിന് മഹത്വം. ഇത് മക്കളിൽ കൂടെ അങ്ങോട്ട് കൊടുക്കുന്നത് മാർഗമല്ല, ഇത് അഭിഷേകമുള്ളവൻ ചെയ്യണം. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ അടുക്കൽ വന്ന അബ്ശാലോം രാജത്വം ചോദിച്ചു, ദാവീദ് കൊടുത്തില്ല. വൈരാഗ്യം ഉണ്ടായിട്ടല്ല, അബ്ശാലോമിനെ ദാവീദ് സ്നേഹിക്കുക. അതുകൊണ്ടല്ലയോ യോവാബും ഇവരെല്ലാം കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഈ തന്നെ ധാരാളമായിട്ട് ഉപദ്രവിച്ച ആ മകനെ പറ്റി അപ്പന്റെ ഹൃദയം, എന്റെ മകനെ അബ്ശാലോം കുമാരനെ എന്നെ ഓർത്തവനോട് കനിവോട്, ഇതാണ് അപ്പന്റെ ഹൃദയം. എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം, അപ്പന്റെ ഹൃദയം അതാ. പക്ഷെ രാജത്വം ചോദിച്ചപ്പോൾ, സിംഹാസനം ചോദിച്ചപ്പോൾ കൊടുക്കാഞ്ഞത് അത് അഭിഷേകമുള്ളവനിരിക്കണം. 3 അഭിഷേകമല്ലയോ പ്രധാനപ്പെട്ട? രാജാഭിഷേകം, പുരോഗതി അഭിഷേകം, പ്രവാചക അഭിഷേകം. അബ്ശാലോമിന് അഭിഷേകമില്ല, പക്ഷെ കസേര വിട്ടണം. ഇപ്പോഴെല്ലാം കസേര മേടിക്കാൻ എങ്ങനെയാണ് സൂത്രം, വോട്ട് പിടിക്കുകയും ചീട്ടുകിടുകയും സൂത്രം കൊടുക്കുകയും. ഇന്നാളൊരാൾ പറഞ്ഞ് കാശ് വീശു നിന്ന് എങ്ങനെയും ഒന്ന് കയറി പറ്റണം. ചെല്ലുപിന്നെ അള്ളി പിടിച്ചിരിക്കുക, ഉടുപ്പ് പിടിക്കുമ്പോൾ ഇവൻ പോകുകയല്ല. എത്രയോ വർഷമായിട്ട് ചിലത് ഇങ്ങനെ അള്ളി പിടിച്ച് എന്നാ നിങ്ങൾക്കല്ല. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പന്റെ ഹൃദയത്തിൽ പ്രിയമുണ്ട്. അപ്പന്റെ വിശേഷത കരുണയാണ്. അപ്പന്റെ മക്കളോട് കരുണയാണ്. പക്ഷെ കരുണ നോക്കിയാൽ ഇത് അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. കൊടുത്തില്ല, പക്ഷെ യോശുവയുടെ നേതൃത്വത്തിലാക്കി. വിവരിക്കുന്നില്ല. അങ്ങനെ യോശുവയുടെ നേതൃത്വത്തിൽ ഇവര് കനാനിലോട്ട് പോവുക. അങ്ങനെ വരുന്ന വേളയിൽ യോർദാൻ കിടക്കുക. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുട്ടിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നെന്നുള്ളതാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വിവരിക്കുക. അങ്ങനെ ഇവർ അക്കരെ കയറി ഇവർ നിമിത്തം എരികോമെല്ലാം അടച്ച് ഉറപ്പാക്കി ഭദ്രമാക്കി വെച്ചിരിക്കുക. പക്ഷേ യോശുവ ഒറ്റുകാരെ അയച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ആ ഒറ്റുകാര് ദേശം ഇങ്ങനെ വീക്ഷിച്ചു വന്നപ്പോൾ രാഘാവിന്റെ വീട്ടിൽ ചെന്നു. ദൈവത്തിന്റെ മകത്വം. അവിടെ ഒരു പദമുണ്ട്, രാഘാവ് ഇവരെ കൈക്കൊണ്ടു. അല്ല, കൈക്കൊണ്ട്. ആ പദമാണ് എനിക്ക് കിട്ടണ്ടേ. രാഘാവ് ഇവരെ കൈക്കൊണ്ട്. 2 പദം 2 വാക്യത്തിലും കൈക്കൊണ്ടെന്ന. അത് ഒന്ന് വായിച്ചേ കർത്തൃദാസനെ. അത് യോശുവയുടെ പുസ്തകത്തിലില്ല. എബ്രായ ലേഖനം 11:31, യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 23 ഒന്ന് വായിച്ചേ. 25-ാം വാക്യവും വായിച്ചേ. എബ്രായ ലേഖനം 11:31 ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഇനി യാക്കോബിന്റെ ലേഖനം 2:25 ചേർത്ത് വായിക്കണം. അവിടെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. അവണ്ണൻ രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊണ്ടു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സുവിശേഷം ഇന്ന് രാത്രി നീ കൈക്കൊള്ളണം. ഒറ്റുകാരി വന്ന് പറഞ്ഞത് എന്നാന്നറിയാമോ? ആമൻ ദേശം കൈയടക്കാൻ പോകുക. ദേശം ഞങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുക. അതുകൊണ്ട് ആമൻ സ്വോത്രം സകല എണ്ണവും ആമൻ നശിച്ചു പോകാതെ രക്ഷപ്പെടണം. അതിനൊരു മാർഗമുണ്ട്. ഒരു പെട്ടകവുമായിട്ടൊരു ജനം വരുന്നുണ്ട്. ആ പെട്ടകത്തെയും ജനത്തെയും അംഗീകരിക്കുകയും അവൻ ബഹുമാനിക്കുകയും ചെയ്താൽ നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയുണ്ട്. ഞാൻ വിസ്തരിക്കുന്നില്ല. ഈ രാഘാവിനെ പറ്റി പല പഠിപ്പീരുകളാ. ഈ സ്വഭാവം കുഴപ്പമില്ലെന്നും എന്താ ഹോട്ടൽ നടത്തുകയാണെന്നും മതിലിന്റെ മേളില് എരികോ മതിലിന്റെ ഹോട്ടലായിരുന്നെന്നും അത് 3 സ്റ്റാർ ആണെന്നോ 5 സ്റ്റാർ ആണെന്നോ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇപ്പം വേദപുസ്തകത്തിൽ എഴുതാത്തത് കൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നിടത്തെല്ലാം വേശ്യ എന്നാ. ഇനി പിന്നെ എനിക്ക് അതിന്റെ ഗ്രീക്കും ഹീബ്രു ഒന്നും അറിയാം. അതുകൊണ്ടായിരിക്കാം എൻ്റെ വിവരദോഷമുണ്ട്. എന്തായാലും കൊള്ളാം. നാടൻ ഭാഷ പറഞ്ഞ പരുവക്കേടാ. ഇവള് പരുവക്കേടുകാരിയാണെങ്കിലും ഈ ദൂതന്മാരറിയിച്ചത് ഇവള് കൈക്കൊണ്ടു. സ്തോത്രം.
അതുകൊണ്ട് എന്തോ സംഭവിച്ചു. നിങ്ങൾക്ക് വേറെ പുസ്തകം നന്നായിട്ട് അറിയാം, അതുകൊണ്ട് വിവരിക്കുന്നില്ല. അവര് ഒളിപ്പിച്ചു വെച്ചു. നാട്ടുകാര് എരികോക്കാര് വന്ന് അന്വേഷിച്ചും പറഞ്ഞുള്ള വേറെ വഴി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവര് പോകാൻ നേരത്ത് പറഞ്ഞു, അടയാളമായിട്ട് നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും. അതിനൊറ്റ മാർഗമേ ഉള്ളൂ, ഒരു ചുമപ്പ് ചരട് സ്തോത്രം, അക്കിളിവാതിൽ കൂടെ ഒന്നിട്ടേക്കണം. അത് രക്ഷയെ കാണിക്കുന്നതാ. ആ ചുവപ്പ് ചരട് കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി, കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറി മേട് വരെ ഒരുവൻ കുരിശുമരം ചുമന്ന് വീണും വേച്ചും മറച്ചും മുൾക്കിരീടധാരിയായി മുതക് ഉടവയാല് പോലെ നീളത്തിൽ കീറപ്പെട്ടവനായി രക്തം ഒഴുകപ്പെട്ടവനായി ആ ചുവപ്പ് ചരട് ഇന്ന് രാത്രി അത് രക്ഷയെ കാണിക്കുക. അവൾ വിശ്വാസത്തോടെ കൈക്കൊണ്ട് ചുമപ്പ് ചരട് അവിടെ ഇട്ടു. അതുകൊണ്ട് എന്തോ സംഭവിച്ചു. എരിയോ കോട്ടയെ പിടിച്ച് തകർക്കുവാൻ വന്ന സമയത്ത് ഇവളെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഇത് രക്ഷയെ കാണിക്കുന്നതാ. ഇന്ന് രാത്രി ദൈവത്തിന് ആവശ്യമുള്ളവരെ, പ്രിയമുള്ളവരെ, സമയമാകുമ്പോൾ ദൈവം പുറത്തിറക്കും. ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം, ക്രിസ്തുവിന് ഹൃദയം കൊടുക്കണം, ആ ചുവപ്പ് ചരടിൽ വിശ്വസിക്കണം. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഇന്ന് രാത്രി സമയമാകുമ്പോൾ ന്യായവതിയിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് ദൈവം നിന്നെ പുറത്തിറക്കും. അത് രക്ഷയെ കാണിക്കുന്നതാണ്. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. അപ്പോൾ രാഘാവിനെയും കുടുംബത്തെയും ദൈവം സമയമായപ്പോൾ പുറത്തിറക്കി രക്ഷയെ കാണിക്കുന്നു. വിസ്തരിക്കുന്നില്ല, രക്ഷയെ കാണിക്കുന്നു. ഒരു വാക്യം വായിച്ച് ആ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 15 മുതലൊന്ന് വായിച്ച്. ഉൽപ്പത്തി പുസ്തകം 8-ന്റെ 15 മുതലൊന്ന് വായിച്ചേ കർത്തൃദാസനെ. ദൈവം നോഹയോട് അരുളി ചെയ്തത്, നീയും നിന്റെ ഭാര്യയും പുത്രന്മാരും പുത്രന്മാരുടെ ഭാര്യമാരും പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങുവീൻ. പിന്നെ പറവകളും മൃഗങ്ങളും നിലത്തിൽ നിന്ന് ഇഴയുന്ന ഇഴജാതിയുമായ സർവ്വജഡത്തിൽ നിന്നും നിന്നോടുകൂടെ ഇരിക്കുന്ന സകല ജീവികളെയും പുറത്തു കൊണ്ടുവരിക. അടുത്ത വാക്യം കൂടെ വായിച്ചോ, 19 വരെ വായിക്കണം. അവ ഭൂമിയിൽ അനവധിയായി വർദ്ധിക്കുകയും പെറ്റുപെരുകയും ചെയ്യട്ടെ. അങ്ങനെ നോഹയും അവന്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി തനിക്കുള്ളവയെ പുറത്തു കൊണ്ടുവരുന്ന ദൈവം. പശ്ചാത്തല ഭാഗവും ചരിത്രമൊക്കെ ഇവിടിയിരിക്കുന്ന സകല ആൾക്കാർക്കും അറിയാം, അതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. നോഹയെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി എന്ന് പറയുമ്പോൾ അതിന് മറുവശമുണ്ട്, അകത്ത് കയറി. എന്തിനാ അകത്ത് കയറിയത്? അറിയാമല്ലോ. അകത്ത് കയറിയതിന്റെ കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ഒറ്റവാക്കി പറയാം, അകത്ത് കയറാൻ കാര്യം ആരാധന നന്നായിട്ടുണ്ട്, പക്ഷെ വേർപാടില്ല. ജീവന ക്രമീകരണം, ആരാധന നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും ആരാധിച്ചെന്നാണ് എഴുതിയേക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ കണ്ണിക്ക 33 പോകുന്നത് ഇവിടെ ഈ ഭാഗത്തുണ്ട്. ചെറിയ കണ്ണിക്ക ആദാം തന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു മകനുണ്ടായി, ഷേത്ത്. ഹാബേൽ മരിച്ചു കഴിഞ്ഞ് പിന്നെ കയീൻ കിഴക്കോട്ടും പോയി. ആദാമും ഭാര്യയും കൂടെ ജീവിച്ചൊരു ചെറുക്കനുണ്ടായി, ഷേത്ത്. വായിച്ച് 4-ാം അധ്യായത്തിൽ 4-ന്റെ ഒടുവിൽ 5-ന്റെ നേരെ മുകളിൽ കിടപ്പുണ്ട്. ഇത് വേറെ ബൈബിളാ അല്ലയോ? ബൈബിൾ സൊസൈറ്റിയുടെയാണ്. എന്നാലും ഉണ്ടല്ലോ. ആദാം തന്റെ ഭാര്യയായ ഹാവോയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു മകനുണ്ടായി, അവന്റെ പേര് ഷേത്ത്. അടുത്ത വാക്യം, ഷേത്തിനും ഒരു മകൻ ജനിച്ചു. അവന്റെ പേര് ഏനോശ്. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഈ ആരാധന നടക്കുന്നുണ്ടെങ്കിലും ക്രമീകരണം ഒന്നുമില്ല. ആരാധനയുണ്ട്, പക്ഷെ ഒരു ക്രമമില്ല. 6-ന്റെ 1 വായിച്ചോ, അറിവുള്ള വാക്യമല്ലേ? മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ആരാധനയും തുടങ്ങി, ആൾക്കാർ പെരുകാനും തുടങ്ങി. അടുത്ത വാക്യം, ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ടോ തങ്ങൾക്ക് ബോധിച്ചേവരെയും ബോധിച്ചതുപോലെ ജീവിക്കുന്നത്. ബോധിച്ച പോലെ. ഇപ്പൊ അങ്ങനെ ബോധിക്കുന്ന പോലെ സഭയിലും വരും. ബോധിക്കുന്നത് പോലല്ലേ ഇരിക്കുന്നത്. അതെ, ആർക്കും ആരെയും ഒന്നും പറയാനും ഒക്കത്തില്ല. എല്ലാരും ബോധിച്ച പോലെ. നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ബോധിച്ച പോലെ നടന്നെന്നാ. ഒന്ന് വായിച്ചോ, 17:6. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തൻ ബോധിച്ചതുപോലെ
ബോധിച്ചതുപോലെ 17:6 ബോധിച്ചതുപോലെ എന്നാ 21-25 വായിച്ച് 21-25 ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് ബോധിച്ച പോലെ 17:6 ബോധിച്ചതുപോലെ 21 തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ന്യായാധിപന്മാർ 1:1 വായിച്ച് പെട്ടെന്ന് വായി 1:1 വായി. ഇന്ന് വാക്യമായി ചൂപ്പാട് വരിക, നാളെ ഒരാളെ അങ്ങോട്ട് ഇരുത്തണേ. 1:1 വായിച്ചു. ന്യായാധിപന്മാർ വായിച്ചു. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ മക്കളിൽ ഞങ്ങളിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് യഹോവയോട് ചോദിച്ചു. തുടക്കത്തിൽ യഹോവയോട് ചോദിച്ച യാത്ര 17:6 ബോധിച്ച പോലായി. അത് 21 വന്നപ്പോ തനിക്ക് ബോധിച്ച പോലായി. ഇത് തന്നെ ഉൽപ്പത്തിയിലും ഓരോരുത്തൻ ബോധിക്കുമ്പോൾ സഹായത്തിന് വരിക, ബോധിച്ചതുപോലെ ഇരിക്കുക, ബോധിച്ച പോലെ കൈയടിക്കുക, ബോധിച്ചെങ്കിൽ പാടുക, ബോധിച്ചെങ്കിൽ തിരുമേശയായിട്ട് നമ്മൾ ഇതിൽ മുഴുവൻ നിൽക്കുക, ട്രാഫിക് പോലീസിന് എല്ലാം ബോധിച്ച പോലല്ലേ. ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരിക, ഏതാ യോഗ്യമല്ലെന്ന് നമ്മൾ പറയുക, അയ്യോ ഇത് വേണേ ഇരുത്തിയാൽ മതിയെന്ന്. അങ്ങനെയുണ്ട്. എല്ലാം ബോധിച്ച പോലെ ആട്ടെ വിവരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉൽപ്പത്തിയിലും ഓരോരുത്തരും ബോധിച്ച പോലെ. ബാക്കി ഭാഗമൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ആരാധനയ്ക്ക് ഒരു കുറവുമില്ല. ആരാധന തുടങ്ങിയെന്നാ, ഭയങ്കര ആരാധന, വർഷിപ്പ്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇപ്പൊ അങ്ങനെ ഒത്തിരി ഉണ്ട്, ഭയങ്കരമാ. ഞാൻ എതിരല്ല കേട്ടോ. വർഷിപ്പ് കഴിഞ്ഞേച്ചുള്ള കാര്യവും ചിന്തിക്കണേ. പണ്ട് പ്രസാദ് ഭാഷ വർഷിപ്പ് നടത്തി, 2 എണ്ണത്തിനെ വിളിച്ച് വർഷിപ്പ് നടത്തി. കുറച്ച് സ്വോത്ര കാഴ്ചക്ക് വേണം വന്നപ്പോൾ ഒരുത്തൻ തെങ്ങും തോട്ടത്തിൽ നിന്നു. അപ്പൊ അച്ഛാ അവനാണ് ആണ് പുള്ളി അങ്ങോട്ട് ഇറങ്ങി ചെന്ന് വെച്ചാൽ അവനുള്ള പൈസ കൊടുത്ത്, നീ ഇതിലേ തന്നെ തെങ്ങും തോട്ടം വഴി പൊക്കോളാൻ പറഞ്ഞു. അവൻ ആത്മാവിന് പോക കൊടുക്കും. വേറൊരുത്തൻ വർഷിപ്പ് കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതാണ്. അത് വേറൊരു വർഷിപ്പ് ആട്ടെ. ഞാനൊന്നും വിവരിക്കുന്നില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. ഓരോരുത്തരും ബോധിച്ച പോലെ, അങ്ങനെ ബോധിച്ച പോലെ ജീവിച്ചപ്പം ദൈവം തമ്പുരാൻ നോഗയ്ക്ക് കൃപ കൊടുത്തച്ച് നോഗയോട് പറഞ്ഞു, അവൻ ന്യായപതി അയക്കാൻ പോകുകയാ. നീ അവൻ നെടുനീളം നടന്ന് പ്രസംഗിച്ചോണം. ഒരു വെള്ളപ്പൊക്കം അയക്കാൻ പോകുകയാ. ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൊരു പെട്ടകം ഇവിടെ പണിയുന്നുണ്ട്. ഒറ്റവാതിൽ 3 തട്ട് പല കോഷ്ടങ്ങള്. അവൻ ഇത് പ്രസംഗിക്കണം, രക്ഷപ്പെടാൻ ഇതിനകത്ത് കയറണം. നോഗ നന്നായിട്ട് പ്രസംഗിച്ചു, ഒരുത്തനും ഗുണമാകുന്നില്ല. ആൾക്കാരെല്ലാം പറഞ്ഞ അയാൾക്ക് വട്ടാന്ന്. എല്ലാവരും പറഞ്ഞ പുള്ളിക്ക് അത് സൈമൺ സാറ് കൊടുത്തിട്ടുണ്ട്. പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു. പിള്ളേർ പറയാ വട്ടാന്ന്. ഈ തോമസ് കുട്ടി പാസ്റ്റൊക്കെ ഇങ്ങനെ പരസ്യവും നടത്തുമ്പോൾ എന്നോടെടുത്ത് വട്ടാന്ന് പുള്ളിക്ക്. എവിടെ പൊട്ടാ, അത് എന്നേലും തെളിയും മട്ടാന്നോ ഇല്ലയോ എന്ന്. എന്നോട് ഗോപുര കുഞ്ഞോളച്ചമ്മ പറഞ്ഞു, ഇവർ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം വരെ പരസ്യോത്തിന് പോവാ, മേരി ഗോപുര്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ കൊച്ചമ്മ എന്നോട് പറഞ്ഞതാ. ആദ്യം ഞാനിങ്ങനെ പല കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് പരസ്യോത്തിനാണ് പോകുന്നെന്ന് പറഞ്ഞു, സുവിശേഷം പറയാൻ. അപ്പോൾ ചോദിച്ചു, എൻ്റെ മാവി കൂടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവരാ തമ്പയർ അടിക്കുന്നത്. അപ്പോൾ സമയത്ത് തമ്പയർ അടിക്കാൻ വന്നില്ല. അന്ന് കൊച്ചമ്മ സ്കൂളിലെ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അപ്പം മാവി പറഞ്ഞു, എടി കുഞ്ഞോളെ നിനക്ക് തമ്പേർ കോട്ടാവുമെന്ന്. അപ്പം ഒരു കുഞ്ഞോളച്ചൻ പറഞ്ഞു, ഞാൻ തമ്പേർ കോട്ടാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞതാ. തൃശ്ശൂർ നെല്ലിക്കുന്നത്ത് നിന്ന് തമ്പേർ കൊട്ടി കുന്നംകുളം വരെ പോയി പരിശോധന നടത്തി. അപ്പം കൊച്ചമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു അതെന്നെ അങ്ങനെ പ്രേരിപ്പിച്ചതോ? അയ്യോ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ജീവനെ തന്ന് എനിക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നപ്പോൾ പിന്നെ എനിക്കിത് തമ്പേറടിക്കുന്നത് വലിയ മോശമായിട്ട് തോന്നുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, ഏത് പാട്ടാണ് കൊച്ചമ്മ പാടിയത്? അതാ. അപ്പോൾ എന്നോട് പറയാം, ഞാൻ ഈ വരിയാ പാടിയത്. ബേഥലേം പുരി മുതൽ കാൽവറി കുരിശോളം, ബേഥലേം പുരി മുതൽ കാൽവറി കുരിശോളം, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ, വേദനപ്പെട്ടു മമ വേദന അകറ്റിയ ശ്രീയേശുനാഥൻ സ്നേഹം സ്വർഗമോടി വെടിഞ്ഞു എന്ന് തേടിത്തരയിൽ വന്ന ശ്രീയേശുനാഥൻ. ഇന്ന് രാത്രിയിൽ അവൻ എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ ആൾക്കാർ നമ്മളെ പരിഹസിക്കും, ആക്ഷേപിക്കും. നാട്ടുകാരെല്ലാം പറഞ്ഞെന്നാ പറഞ്ഞത്, പോഷനാണ് ഇയാളയ്യോ തലയിൽ സ്ക്രൂ അയഞ്ഞു.
നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രി വരുമ്പോൾ നീ പൊട്ടനല്ലാതെ വല്ലവരും ചൊല്ലുമോ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. ഉറങ്ങാത്തതിൻ്റെ ആണ്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 വൃത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചർവറ പറയുന്നത് മാറും. കണ്ടമർത്തിയതോടല്ല മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുള്ളൊരാൾ ഉണ്ടാമോ ജലപ്ലാവം മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാവണ്ടി വല്ലതും ഉണ്ടാകും മിണ്ടാതിനി. ആൾക്കാരൊക്കെ പരിഹരിച്ചു. പക്ഷേ ഹാസ്യമാൻ ചരൽക്കല്ല് വാരി എറിയുമ്പോഴും നോഹയ്ക്ക് യാതൊരു സങ്കോചവുമില്ല. ദൈവമായത് പറഞ്ഞു. എന്തിനേറെ അധികം വിവരിക്കുന്നില്ല, അറിയാമല്ലോ. നോഹ പ്രസംഗിച്ചു എല്ലാവരും ഒന്നും ഇതിനകത്ത് കയറിയില്ലെങ്കിൽ തൻ്റെ കുടുംബം ഇതിനകത്ത് കയറി. നോഹയുടെ ഭാര്യയും പിന്നെ 3 ആൺപിള്ളേരും അവരുടെ ഭാര്യമാരുമല്ല ഇതിനകത്ത് കയറി. ദൈവത്തിൻ്റെ മകത്ത് അത് സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: നോഹിൻ്റെ തനയരാം യാവേത്തും ഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. നോഹിൻ്റെ പത്നിയും 8 പേര് ഇതിനകത്ത് കയറി. ദൈവം വാതിലടച്ചു. പിന്നെ ഇഴജാതിയും മൃഗജാതിയും പറവജാതിയൊക്കെ കയറി. വിസ്തരിക്കാനും ചൊല്ലാനും നേരമില്ലാത്തത് കൊണ്ട് തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി, നത്തോട്ട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഇതെല്ലാം ഇതിനകത്ത് കയറി. ദൈവം വന്ന് വാതിലടച്ചു. സകല ആൾക്കാർ ഓർത്തത് ഇതോടെ തീർന്നെന്നാ. പക്ഷേ ആമൻ പരിഹസിച്ചവരും ആമൻ ആക്ഷേപിച്ചവരും എല്ലാം വെള്ളം കുടിച്ച് ചത്ത് ആമൻ ചങ്ങാടം പോലെ ഒഴുകി നടക്കുക. സൈമൺ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ചമ്മന്തിക്ക് പോലും ഒരുത്തനെ ഇട്ടില്ലെന്നാ. ചമ്മന്തി അരയ്ക്കാൻ പോലും ഒരുത്തനെ കിട്ടിയില്ല. സകല എണ്ണത്തിനെയും തീർത്തു. പക്ഷേ ആമൻ തീർന്നെന്ന് പലരും വിചാരിച്ചപ്പോൾ, ആമൻ സമയമായപ്പോൾ ദൈവം ഇതിൻ്റെ വാതിൽ തുറന്ന് ഇവരെ പുറത്തിറക്കി. ഈ പെട്ടകത്തിനകത്ത് കയറിയതും ഈ വെള്ളപ്പരപ്പിക്കൂടെ ഒഴുകി നടന്നത് എന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ഇത് സ്നാനത്തെ കാണിക്കുക. അതാണല്ലോ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 20. ഒന്ന് വായിച്ചു, അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. ദൈവത്തിന് മഹത്വം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. നമ്മുടെ സുവിശേഷ യോഗമല്ലേ, ഓർഡറിൽ അങ്ങോട്ട് മെസ്സേജ് പോട്ടതിന് കുഴപ്പമില്ലല്ലോ. ദൈവത്തിന് മഹത്വം. രാഗാവ് ചുമപ്പ് ചരടിട്ട് രക്ഷപ്പെട്ടത് രക്ഷയെ കാണിക്കുന്നു. ഇവിടെ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറിയത് അതിനെ കാണിക്കുന്നു. വായിര് ആ പെട്ടകത്തിൽ അല്പജനം. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര് വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അടുത്ത ഫലം അത് സ്നാനത്തിനൊരു മുൻകുറി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, തനിക്ക് പ്രിയമുള്ളവരെ അവൻ പുറത്തിറക്കും. എന്തിന്? 1 രക്ഷാനിർണയം പ്രാപിക്കുവാൻ, 2 സ്നാനപ്പെടുവാൻ. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുക. യേശു മാതൃക കാണിച്ചു തന്നു. അപ്പോസ്തലന്മാരെല്ലാം ഉപദേശം ഉറപ്പിച്ചിരിക്കുക. ഇന്ന് രാത്രി ഈ സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാ, ദൈവത്തിന്റെ നീതിയാ, ദൈവത്തിന്റെ ആലോചനയാ, ദൈവത്തിന്റെ അരുളപ്പാടാ. യേശുവിനോട് ചേരുവാനാ, യേശുവിനെ ധരിക്കുവാനാ, അവിടുത്തെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ ഇന്ന് രാത്രി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, അവൻ തനിക്ക് പ്രിയമുള്ളവരെ പുറത്തിറക്കും. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി. ഇത് സ്നാനത്തിനൊരു മുൻകുറിയാ. ഓടിച്ചു നിർത്തുക. ആമൻ തനിക്ക് പ്രിയമുള്ളവരെ പുറത്തു കൊണ്ടുവരുന്നത്. ഈ ഒരു വാക്യം വായിച്ചു. അപ്പൊ രാഘാവിന്റെ കുടുംബത്തെയും പുറത്തിറക്കി രക്ഷയെ കാണിക്കുന്നതാ. നോഹയും കുടുംബത്തെയും പുറത്തിറക്കി, അത് സ്നാനത്തെ കാണിക്കുന്നതാ. 3 ഓർഡറിൽ പോട്ടെ. യസ്രായുടെ പുസ്തകം 1:7 വായിച്ചു. അറിവുള്ള വാക്യം 1 വായിച്ചു. യസ്രാ 1:7. പെട്ടെന്ന് നിർത്തുക. ഇന്നലെ 9:30 വരെ പോയെന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എടുക്കാമെന്നാ പറഞ്ഞാൽ ഇത്ര എടുക്കുന്നില്ല. നെബൂഖദ്നേസർ യെരൂശലേമിൽ നിന്ന് കൊണ്ടുപോയി ദേവന്മാരുടെ ക്ഷേത്രത്തിൽ ഹോവാലയം വക ഉപകരണങ്ങളും കോരേശ് രാജാവ് ഉപകരണങ്ങളും പുറത്തിറക്കി. ദൈവത്തിന് മഹത്വം. വിസ്തരിക്കുന്നില്ല, പോകാനുള്ള കാര്യമുണ്ട്. എന്തിനാ ഇവര് പോയത്? ആരാ കൊണ്ടുപോയത്? ആരെയൊക്കെ കൊണ്ടുപോയി? ഇതെല്ലാം പുസ്തകത്തിൽ വാക്യമാ. പോകാൻ കാര്യം, പല കാര്യത്തിൽ പ്രധാനപ്പെട്ട കാര്യം ശബത്തിനെ അശുദ്ധമാക്കി. ദൈവത്തിന് മഹത്വം. ദൈവ പ്രമാണം ലംഘിച്ച് നടക്കുക. ഇവര് പ്രമാണത്തിൽ നിൽക്കുന്നില്ല. ജാതികളുടെ മര്യാദകളൊക്കെ കാണുകയും പഠിക്കുകയും അതിനകത്ത് കൊണ്ടുവന്ന ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ദൈവം തമ്പുരാൻ യെരമ്യാവ് മുഖാന്തരം യിരെമ്യാ പ്രവചനം 25:12, 29:11, 12, 2 നിവൃത്താന്തം 36:21, ദാനിയേൽ പ്രവചനം 9:2 ചേർത്ത് പഠിക്കുമ്പോൾ 70 കൊല്ലം ഇവർ അടിമകളായി പോകും. അങ്ങനെ ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ 1 പാടാൻ 137-ാം സങ്കീർത്തനത്തിൽ യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ കബാർ നദിയുടെ തീരത്തൊക്കെ ഇരിക്കുക. ഭാഗമൊന്നും വിവരിക്കുന്നില്ല, അറിയാം. എന്നാൽ ദൈവത്തിന് മഹത്വം.
നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം നിരോധിക്കാമെന്ന് അവൻ എല്ലാവരെയും ഒന്നും കൊണ്ടുപോയില്ല. അവനും സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. 24:14 വായിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 24:14 വായിച്ചു. അറിവുള്ള വാക്യമായി എങ്കിലും ഒന്ന് വായിച്ചു. എല്ലാവരെയും കൊണ്ടുപോയില്ലല്ലോ. 24:14 പെട്ടെന്നൊന്ന് വായിച്ചു. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആചാര്യമാരെയും കൊല്ലന്മാരെ അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. അപ്പൊ എല്ലാവരെയും ഒന്നും കൊണ്ടുപോയില്ല. നെബൂഖദ്നേസറേ, പിശാചിനാന്നില്ല എല്ലാവരെയും ഒന്നും വേണ്ട. പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാരുണ്ട്. കൈയടിക്കല, പാടുകയില്ല, പ്രാർത്ഥിക്കല, സ്വോത്രം പറയുക, എന്നാ സ്വോത്ര കാഴ്ച ഇടുവോ? അതുമില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ട, ഒന്നും ചെയ്യേ. പിശാചിന് പോലും വേണ്ടാത്ത ആൾക്കാർ. പിശാചിനോട് പറയാം അവനെ കൊണ്ടുപോകും, എനിക്കൊന്നും വേണ്ടെന്ന് പറയും. അല്ല, പിശാചിന് എല്ലാവരോടും പോരാട്ടമില്ലല്ലോ, ഉണ്ടോ? ഓ, നമുക്ക് വചനം അറിയാമല്ലോ നിങ്ങൾക്ക്. ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്മിനേക്ക് പോവുക. എന്തിനു പോവുക? ഞാൻ എന്തിനു പോകും? ഒരു തൊഴിലില്ലാതെ അപ്പനും അമ്മയും ശിംശോനും കൂടെ പോവുകയെന്ന് തിമ്മിനേക്ക് അല്ലേ? ഉറക്കെ പറഞ്ഞോ? ശരിയാ? പുള്ളിക്ക് അങ്ങ് സംശയമാണ്. പെണ്ണ് കാണാൻ പോവാ, പെണ്ണ് കാണാൻ. ഇപ്പൊ അങ്ങനെയൊന്നും പോകുകയില്ല, തന്നെ കാണുക, അവൻ തന്നെ എല്ലാം തീരുമാനിക്കും. അവൻ വന്ന് അപ്പനോട് പറയാ, പാപ്പാ മാർച്ച് 12-നാ കല്യാണം, സമയമുണ്ട് വന്ന്. എന്തോ ഒരു അക്രമം. അല്ല, അങ്ങനെ പിള്ളേർ ചോദിക്കുന്നുണ്ടെങ്കിൽ നല്ല പിള്ളേരാ, അവർ ചോദിക്കുന്നുണ്ടല്ലോ സമയമുണ്ട് വന്ന്. ചുരുക്കി പറഞ്ഞാൽ ഈ ശിംശോനും അപ്പനും അമ്മയും കൂടെ തിമ്മിലേക്ക് പോവുക. എന്തിനു പോവാ? പെണ്ണ് കാണാൻ പോവുക. നമുക്കറിയാം, അങ്ങനെ പെണ്ണ് കാണാൻ അങ്ങോട്ട് പോയി തിമ്മിനിക്കരികെ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ സമീപേ കൂടെ പോയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ, അപ്പനും അമ്മയും കൂടെ ഉണ്ട്, അവർക്ക് നേരെ വന്നില്ല, വന്നത് ശിംശോന്റെ നേരെയാ. അതിന് പ്രധാനപ്പെട്ട കാര്യം ന്യായമായി ചിന്തിച്ചാൽ ഇവൻ യൗവനക്കാരനാ. രക്തത്തിന് തിളപ്പുള്ള, ചൂടുള്ള, ഉശിരുള്ള, ഉന്മേഷമുള്ള രക്തപ്രവാഹമൊക്കെ നന്നായിട്ട് നല്ല പവറില്ല. ബ്ലഡ് സർക്കുലേഷൻ, ഒരു ഇംഗ്ലീഷ് നിൽക്കട്ടെ, തെറ്റിയോ? ബ്ലഡ് സർക്കുലേഷൻ തെറ്റിയോന്ന്? കൊടുകൈ ദൈവത്തിന് മകത്ത്. എന്നാ ഒരു ഊറിയേച്ചി, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നല്ല പവറാ, യൗവനക്കാരനല്ലേ. ചാടി ഒരു പിടിപിടിച്ച് കടിച്ചാൽ ചോര ചീറ്റും. അപ്പൻ്റെ അമ്മയുടെ നേർക്ക് വന്നത് കടിച്ചാലും കുടഞ്ഞാലും ഒന്നും. ഓ, ജിംകം പിടിച്ച് കുടഞ്ഞാൽ പോലും ബ്ലഡ്. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോൾ പനിക്കും. പക്ഷെ ശിംശോൻ അങ്ങനല്ല, നല്ല പവറാ. അതിലുപരി വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇവന്റെ നേരെ വരാൻ കാര്യം, ഇവൻ യഹോവയ്ക്ക് നേസീവ്രതസ്ഥനാ. മുന്തിരി കടിക്കരുത്, കാടി കുടിക്കരുത്, തൊലി തിന്നരുത്, കുരു തിന്നരുത്, പച്ചയായിട്ട് ഉണങ്ങിയതായിട്ട് ഒന്നും പൊക്കത്തില്ല, മുന്തിരിയുടെ ഒരു രസവും പാടില്ല, ശവത്തെ ചെന്ന് തുടരുത്, ജട കത്തിരിക്കരുത്, അപ്പനോ അമ്മയോ സഹോദരനോ ആര് മരിച്ചാൽ അടുത്ത് ചെന്ന് തൊട്ട് അശുദ്ധനാക്കരുത്. ഓ, നാസീവ്രതം ഇവന്റെ ശിരസിലിരിക്കുക. വ്രതന്മാരോടാ പ്രശ്നം, എല്ലാവരോടും പോരാടുകയല്ല, എല്ലാവർക്കും പ്രശ്നമില്ല. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് ഒന്നും സെലക്ട് ചെയ്താ കൊണ്ടുപോകുന്നത്. എല്ലാ യെരൂശലേമിനെയും വായിച്ചേ. 24:14 സ്തോത്രം. എല്ലാ യെരൂശലേമ്യരെയും സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായി 10,000 പേരെയും എല്ലാ ആശാരിമാരെയും കൊല്ലന്മാരെയും അവൻ ബദ്ധരാക്കി കൊണ്ടുപോയി. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻചിത സയോൻ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻചിത സയോൻ. BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിന 5-ാം രാജ്യം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാമേ. തുഞ്ചനാഥ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. തുഞ്ചനാഥ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. 5-ാം രാജിതം ഉണ്ടാമേ. പരമഞ്ചാം രാജിതം ഉണ്ടാമേ. സാമ്രാജ്യമൂർത്തിതൻ പൊൻചിത സയോൻ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻചിത സയോൻ. BC 606
പരമഞ്ചാം രാഗീതം ഉണ്ടാമേ. കുഞ്ചിനാഥകൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. കുഞ്ചിനാഥകൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും. അഞ്ചാം രാഗീതം ഉണ്ടാമേ. പരമഞ്ചാം രാഗീതം ഉണ്ടാമേ. അപ്പൊ ശ്രദ്ധിക്കുക, ബാബിലോൺ സാമ്രാജ്യത്തിന്റെ അധിപനാകുന്ന നെബൂഖദ്നേസർ യെരൂശലേം നിരോധിച്ച് ദൈവാലയം വക സകല ഉപകരണങ്ങളും ഇവൻ, എന്റെ ഭാഷ, അടിച്ചു മാറ്റി ഇവന്റെ രാജ്യത്ത് ക്ഷേത്രത്തിൽ അവൻ സിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അടച്ച് മുദ്രകിട്ട് വെച്ചിരിക്കുക. ഇവനും ഇവന്റെ സാമ്രാജ്യത്തിലുള്ളവരും സകല ആൾക്കാരും ചിന്തിച്ചത് ഇനി ഈ പാത്രം വെട്ടം കാണത്തില്ല. ഈ ഒരു ഏതാണ്ട് 5000-ൽ ചിട്ടം പാത്രങ്ങളുണ്ടെന്ന് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ മുമ്പേ വായിച്ച വാക്യത്തിന്റെ താഴെ 5000 ശിഷ്ടമുണ്ടെന്ന് കണക്കുണ്ട്. 5000 ശിഷ്ടം മൊത്തം കണക്ക് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ട് കണ്ടില്ലേ? 5000 ശിഷ്ടം മൊത്തം കണ്ടില്ലേ? പൊന്നും വെള്ളിയും കൊണ്ടുള്ള ഉപകരണങ്ങൾ ആകെ 5400 ആയിരുന്നു. അത്ര കൃത്യമായിട്ടാ. നെഹമ്യാവിന്റെ പുസ്തകവും എസ്രായുടെ പുസ്തകവും എടുത്ത് പഠിച്ച ഓരോന്നിനും ലിസ്റ്റ് ഇട്ടു, എല്ലാം കുറിച്ചു. അപ്പൊ ഇവിടെ എത്ര എന്ത് വേണ്ട? 5400 വിശുദ്ധ പാത്രം. ഈ 5400 പാത്രം ദൈവാലയം വക ഉപകരണങ്ങളും പാത്രങ്ങളുമാ. ഇത് മുഴുവൻ ഇവൻ പിടിച്ചെടുത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ട് അകത്ത് കയറ്റി മുദ്ര കിട്ടിട്ട് ഇവൻ ചിന്തിച്ചു ഇനി ഇത് വെട്ടം കാണുകയില്ല. പക്ഷേ സമയമായപ്പോൾ സകല പാത്രങ്ങളും ദൈവം പുറത്തിറക്കി. ചരിത്രത്തിലോട്ട് പോകുന്നില്ല. യെശയ്യാ പ്രവചനം 45-44 ഒടുവും ദാനിയേൽ പ്രവചനം 5-ാം അധ്യായമൊക്കെ അറിയാമല്ലോ. അവൻ പഠിക്കുമ്പോൾ ഭിത്തിമേൽ എടുത്തു വന്നു. അവൻ ഗേറ്റ് അടയ്ക്കാൻ മറന്നുപോയി. അവൻ ശത്രു സൈന്യം എരച്ചു കയറി പാകമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അവന് വേണ്ടി താമ്രവാതിലുകളും കരകുകളും ദൈവം തുറന്നു. കോരാശിനെ അവൻ നേതൃത്വത്തിൽ കയറി അവൻ രാഷ്ട്രത്തെ പിടിച്ചടക്കി. അന്ന് രാത്രി ബേൽഷസർ കൊല്ലപ്പെട്ടു. അവൻ സാമ്രാജ്യത്തിന്റെ അവനെ അടിച്ചില്ല ദൈവമിളക്കി. കോരേശിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദൈവാലയമൊക്കെ സകല പാത്രങ്ങൾ എണ്ണത്തിനകത്ത് ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടു പോകാതെ സമയമായപ്പോൾ ദൈവം പുറത്തിറക്കി. നിന്റെ കുടുംബത്തിലുള്ള ഒരെണ്ണം നഷ്ടപ്പെട്ടു പോകുകയല്ല. വിശ്വസിക്ക്, ദേശത്തുള്ള ഒരെണ്ണം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ചാർച്ചയിൽപ്പെട്ട ഒരെണ്ണം നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. സമയമാകുമ്പോൾ ദൈവം അതിനെ പുറത്തിറക്കും. നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. നിന്റെ സന്തതിക്ക് ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. വിശ്വാസമാർഗത്തിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി വിശ്വസിച്ച് നീ പ്രാർത്ഥിക്ക്. ദൈവാലയ പാത്രങ്ങള് ഇന്ന് രാത്രി ദൈവം പുറത്തിറക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി വിശ്വസിക്ക്, ദൈവം അതിനെ പുറത്തിറക്കുന്ന രാത്രി. ഇന്ന് രാത്രി ദൈവം അതിനെ പുറത്തിറക്കാൻ പോകുകയാ. ദൈവത്തിന് മഹത്വം. ഇത് ദൈവാലയത്തിൽ ആരാധനയ്ക്കുള്ള പാത്രമാ. ഇത് ആരാധനയ്ക്കും ആത്മിക ശുശ്രൂഷകൾക്കുള്ള പാത്രമാ. തനിക്കുള്ളവ പുറത്തിറക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വം. ദൈവം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്ക. രാജാവിനെയും കുടുംബത്തെയും പുറത്തിറക്കി രക്ഷ. നോഹയെയും കുടുംബത്തെയും പുറത്തിറക്കി സ്നാനം. ദൈവാലയ മുഴുവൻ പാത്രങ്ങൾ 5400 പുറത്തിറക്കി. ഇത് ആരാധന. ഈ പാത്രങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കാനുള്ളതാ. ഇന്ന് രാത്രി ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? പ്രമേയത്തിൽ നിന്ന് വേണം ദൈവത്തെ ആരാധിക്കാൻ. ഒരു വാക്യവും കൂടെ വായിച്ചങ്ങ് നിർത്തുക. അപ്പം ഒരു കണക്കായിക്കോട്ടെ, വായിച്ചേ. ഒത്തിരി പറയാനുണ്ട്. ഇങ്ങനെ അങ്ങ് നിർത്തുക. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16-17 ഒന്ന് വായിച്ചു. അതുകൂടെ വായിച്ചങ്ങ് നിർത്താം. ഉൽപ്പത്തി 19-ന്റെ 16-17. പെട്ടെന്ന് അറിവുള്ള വാക്യം എങ്കിലും വായിച്ചു. സ്തോത്രം. അവൻ താമസിച്ചപ്പോൾ ഇയാളും നമ്മളെല്ലാം താമസിക്കുക. പിന്നെ ചവിട്ടി നിൽക്കുക. യഹോവ അവനോട് കരുണ ചെയ്യുകയാണ്. ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും
കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി തനിക്കുള്ളവയെ പുറത്തിറക്കുന്ന ദൈവം. ഇയാള് പിന്നെ താമസിക്കുക ആരാ? മിസ്റ്റർ ലോത്തും മിസ്സിസ് ലോത്തും രണ്ട് പിള്ളേരുടെ എനിക്ക് പേരറി. പുള്ളി ഈ പട്ടണവാതിക്കൽ ഇരിക്കുക. അങ്ങനെയാണെന്നില്ല 19:1 അല്ലയോ? 19:1 പെട്ടെന്ന് വായിച്ചു. മടക്കി വെക്കുകയായിരുന്നു. ആ 2 ദൂതന്മാർ വൈകുന്നേരത്ത് സൊദോമിലെത്തി. ലോത്ത് സൊദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അതിഥി ജനഹേളനം ചെയ്യുവാനൊരുമ്പട്ട ചതികരമരാഗ്രരിൻ സാധുവാം ശിക്ഷയിൽ അതിഥികളെ ഹേളനം ചെയ്യാൻ പോവുക. അപ്പൊ ഈ പട്ടണവാതിക്കൽ ലോത്ത് ഇങ്ങനെ പട്ടണവാതിക്കലിരിക്കുക. അബ്രഹാം കൂടാരവാതിക്കൽ 18:1 അറിവുള്ള വാക്യമാ, എങ്കിലും വായിച്ചോ 18:1. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിക്കൽ. ഒരാള് പട്ടണവാതിക്കലും ഒരാള് കൂടാരവാതിക്കലും ഒന്നിച്ചിറങ്ങിയതാ. പക്ഷെ ഇരിപ്പ് 2 സ്ഥലത്ത് വിസ്തരിക്കുന്നില്ല. ലോത്ത് പട്ടണവാതിക്കൽ നിന്ന് എന്തുകൊടുക്കുകയായിരുന്നു അമ്മേ? അമ്മ ആണ്ട ഊറിച്ചിരിക്കുന്നു. ലോത്ത് പട്ടണവാതിക്കൽ നിന്ന് എന്തുകൊടുക്കുകയായിരുന്നെന്ന് പക്ഷേ അതൊന്നും പൊതുവിലൊന്നും പൊതുവിൽ പറയാം. പിന്നെ പുസ്തകത്തിലുണ്ടല്ലോ. എന്നമ്മേ എന്തു കൊടുക്കുക? ലോത്ത് പട്ടണവാതിക്കൽ നിന്ന് എന്തു കൊടുക്കുകയായിരുന്നെന്ന് കുഞ്ഞാ എന്നമ്മേ ഒരു വാക്യം വായിച്ചോ. പുള്ളി എന്നാ എടുക്കുകയായിരുന്നെന്ന്. പത്രോസിന്റെ 2-ാം ലേഖനം, ഉൽപ്പത്തിയിലൊന്നുമില്ല. പത്രോസിന്റെ 2-ാം ലേഖനം 2:16 മുതൽ വായിച്ചു. മുതൽ. സൊദോം ഗൊമോർ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച ഉന്മൂലനാശത്തെ ന്യായം വിധിച്ച മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമാക്കി അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അവരുടെ അധർമ്മ പ്രവർത്തികൾ കണ്ടും കേട്ടും. ഇതൊക്കെ പുള്ളിയുടെ തോടില്. പുള്ളി പാപം ചെയ്യുന്നില്ല, പക്ഷെ ഇതെല്ലാം മുതുപാതിരാവരായിരുന്നു കാണുന്നത്. കണ്ട് അവസാനം ഇത് നെഞ്ചത്ത് കിടന്നാ ഉറങ്ങുന്നത്. വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ല, കണ്ണ് തെളിച്ചോണ്ടത് അപ്പ്. തലയണയുടെ കീഴിലാണോ കട്ടില് ഇങ്ങനെ കണ്ടിട്ടില്ലേ തപ്പുക. ദാവീദ് പറഞ്ഞു, ഞാൻ രാവിലെ തപ്പുന്നല്ല, ഞാൻ രാവിലെ നിനക്കായി. അവള് രാവിലെ കാണുന്നത് തപ്പുക. എന്ത് കമ്പിളോടേക്ക് എന്ത് കേടി എൻ്റെ മോൻ, അവളും തപ്പുക. അപ്പറ ഒന്ന് അങ്ങോട്ട് ചെരിഞ്ഞു കിടന്ന് കാണുന്നു, ഇനി ഇങ്ങോട്ട് ചെരിഞ്ഞു കിടന്നു. ആണ്ടിരുന്ന് കുത്തിയിരുന്ന് ഇരിക്കുന്നു. നിങ്ങളെ കണ്ട കാര്യമാണ് പറഞ്ഞത്. ഭാഷ അങ്ങനെല്ലാം അറിഞ്ഞെന്ന്. ദൈവത്തിന് മഹത്വം. നേർതോറും അവരുടെ അധർമ്മ പ്രവൃത്തി കണ്ണുമായിട്ട് നിയമം ചെയ്യണേ, കാറ് തുളയ്ക്കണേ, നാവിന് നിയന്ത്രണം വേണേ. മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മായയെ നോക്കാതെ വണ്ണം മമ കൺകൾ നീ തിരിച്ച്, മക്കൾ കൂരോ നിൻ വഴിയിൽ എന്നെ നടത്തണമേ. ഇന്ന് രാത്രി അവൻ കണ്ണുമായിട്ട് നിയമം ചെയ്യണം, കാലുമായിട്ട് നിയമം ചെയ്യണം, ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യണം. ദൈവത്തിന് മകത്ത്. ലോത്ത് പട്ടണവാതിക്ക് ആ ദൂതന്മാർ വന്നറിയാമല്ലോ. സന്ധ്യ വൈകുന്നേരത്ത് വന്നതാ. പുള്ളി പോകാതെ നിന്ന് ഉഷസുതിക്കുമ്പോഴും പോകുന്നില്ല. ഒടുവിൽ പിടിച്ചിറക്കി, വിവരിക്കുന്നില്ല, കൈക്ക് പിടിച്ചിറക്കി ഇവനെ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്ന്. ഇതെന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ വേർപാടിനെ കാണിക്കുന്നതാണ്. വാക്യങ്ങളെല്ലാം എടുപ്പിക്കാൻ നേരമില്ല. ഇത് വേർപാടിനെ കാണിക്കുക. ഇന്ന് രാത്രി തനിക്കുള്ളവയെ ദൈവം പുറത്തിറക്കും. എന്ത്? ഒന്ന്, രക്ഷാനിർണയം പ്രാപിക്കുവാൻ രാഘവനെയും കുടുംബത്തെയും പുറത്തിറക്കി. ആമേ. സ്നാനപ്പെടേണ്ടതിനായി നോഹയെയും കുടുംബത്തെയും ദൈവം പുറത്തിറക്കി. ദൈവത്തിന് മഹത്വം.
ദൈവാലയം പാത്രങ്ങൾ സമയമായപ്പോൾ പുറത്തിറക്കി. അല്ല, ആരാധനയെ കാണിക്കുന്നു. ഇവിടെ ലോത്തിനെയും കുടുംബത്തെ പുറത്തിറക്കി. ഇത് വേർപാടിനെ കാണിക്കുന്നു. ഇന്ന് രാത്രി രക്ഷാനിർണയം പ്രാപിച്ച് സ്നാനപ്പെട്ട് അവൻ അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഇന്ന് രാത്രി നമുക്ക് ഒരുങ്ങാം.